ഹലോ മക്കളെ, ദിൻഷാദ് സാറാണ്. ആൻഡ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സയോറ. വീഡിയോ കാണുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ എപ്പോഴും ചോദിക്കാറുള്ള പോലെ തന്നെ എന്താ നിങ്ങളുടെ അവസ്ഥ? ഹാപ്പി തന്നെയല്ലേ? നിങ്ങൾ എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോണില്ലേ? ഇനി നമുക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ എക്സാമിനുള്ളൂ അല്ലേ? നമ്മൾ ഓൺ എക്സാം ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ആ ഒരു റാങ്കിലാണ് എന്നറിയാം. സോ റാങ്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിട്ടുപിടിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ കീപ് ഗോയിങ് ഉള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവാ. ഓണം എക്സാം എന്ത് ചെയ്യും, നമ്മൾ തൂക്കുണ്ടോ, വേറെ പ്രയാസമോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ സെറ്റ് ആക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമ്മളിപ്പോൾ സീരീസ് തുടങ്ങിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്നൊരു ചാപ്റ്റർ ആണ് ഫിസിക്സിലെ ലെൻസസ് അറിഞ്ഞ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 3 പാർട്ടിൽ ഫസ്റ്റത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സീരീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ആദ്യം ലെൻസസ് എന്ന ചാപ്റ്ററിന്റെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്, ലോജിക്കൽ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ലാസ്റ്റ് ഒന്നും പഠിച്ചിട്ടുണ്ട്, പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡിഷ് വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്ന ലെൻസസ് എന്ന ചാപ്റ്റർ ഈ ഒരു പാർട്ട് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ലെൻസസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ അടിച്ചു വാരി പഠിക്കും. ഓക്കെ, സൗണ്ട് വേവ്സിന്റെ ഓൾറെഡി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തൂക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലെൻസസിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും, തൂക്കും. സോ നിങ്ങൾ വെറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓണം എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ എങ്ങോട്ട് വിടുള്ളൂ, ഓണം എക്സാമിന് വിടുള്ളൂ കേട്ടോ. സോ നിങ്ങൾ ഇവിടെ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയൊക്കെ നിങ്ങൾക്ക് എവിടെ ഉണ്ടാവുക, ഓണം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങളെ കോൺഫിഡന്റ് കൈവിടൊന്നും വേണ്ട. നിങ്ങളെ പക്ക ആയിട്ട് നിങ്ങളെ റെഡി ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഓണം എക്സാമിന് വിടുള്ളൂ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ലെൻസസ് എന്ന ചാപ്റ്ററിൽ എഴുതി വെച്ചോ, നിങ്ങൾ ഈ വരാൻ പോണ ഓണം എക്സാമിന് മിനിമം 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ക്വസ്റ്റൻ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോർഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇന്ന് ലെൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരക്കാൻ പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് ഒക്കെ കേട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം എന്നൊക്കെയാണ് പറയാം. സോ ബേസിക്കലി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാണ്ട്, വരക്കാൻ പഠിക്കാനുണ്ട്. എഴുതി വെച്ചോടെ ഞങ്ങൾ പോകണം ഓണം എക്സാമിന് മിനിമം 2 ക്വസ്റ്റ്യൻ എവിടെ നിന്നുണ്ടാവും, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണ ഈ ഒരു സെക്ഷനിൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മളിവിടെ ഈ ഇമേജ് ഫോർമേഷന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സംഗതി കുറച്ച് ഈസിയാണ്. ഇപ്പൊ കുട്ടികൾ ഭയങ്കര ഈസി ആയിട്ട് സാധനം എന്ത് ചെയ്യും, ജസ്റ്റ് ആ സർഫസ് ലെവലിൽ മാത്രം പഠിച്ചു പോകും, ബേസിക് ആയിട്ട് മാത്രം പഠിച്ചു പോകും. എന്നിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ചെക്കന്മാർ എന്ത് ചെയ്യും, തല കറങ്ങും. അങ്ങനെ ടെൻഡൻസിയാണ് പൊതുവെ എന്ത് ചെയ്യല്, കുട്ടികൾക്ക് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സംഗതി ഈസിയുള്ള ടോപ്പിക് ആണെങ്കിലും എക്സാമിന് പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഡെപ്തിൽ കാര്യങ്ങൾ ചോദിക്കും. അതായത് കുറച്ചും കൂടി കുട്ടി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ ഒരു ഇമേജ് ഫോർമേഷൻ ആണ് ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പക്കയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. സെറ്റ് അല്ലേ? സോ 1 by 1 ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. സോ പറയുന്ന കാര്യങ്ങൾ മക്കൾ അതേപടി മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എഴുതിയിരിക്കുക അല്ലെങ്കിൽ വരച്ചു വെക്കുക കേട്ടോ. ഇത് വരച്ച് പഠിക്കണ്ടോ നിർബന്ധമായിട്ട്. നിങ്ങൾ ക്ലാസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ വരക്കണ്ട. ഇനി ഇത് തീരെ അറിയാത്ത മക്കളാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും എക്സാമിന് പോകുന്നതിന് മുമ്പ് വരക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവില്ല, ആ ടൈമിൽ വരക്കാൻ നല്ല പ്രയാസമായിരിക്കണം. കാരണം വരക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വരച്ച് തന്നെ പഠിക്കേണ്ട കേട്ടോ. സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരച്ചു പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. ഇനി അറിയാത്ത മക്കളാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, വരച്ചു പഠിക്കണം. ക്ലിയർ അല്ലേ? സോ മുന്നോട്ട് വാങ്ങക്കാരെ ലെൻസസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ആകെ 2 ടൈപ്പ് ലെൻസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് 2 ടൈപ്പ് ലെൻസുകളാണ് ഉള്ളത്. ഏതൊക്കെ ലെൻസുകളാണ് ഉള്ളത്? കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. സോ പൊതുവെ നമ്മുടെ കയ്യിൽ കോൺവെക്സ് ലെൻസും ഉണ്ട്, കോൺകേവ് ലെൻസും ഉണ്ട്. ഈ 2 ലെൻസ് വെച്ചാണ് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, ഇമേജ് ഫോർമേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, കോൺവെക്സ് ലെൻസ് എടുക്കും, കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കും. എന്നിട്ട് ആരെടുക്കും, കോൺകേവ് എടുക്കും, കോൺകേവിന്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കും. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ച നല്ല രാസല അടിപൊളി കിടിലൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യും, വൈൻഡ് അപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടോ. ഓക്കെ, സോ കോൺവെക്സ് ലെൻസ്. ഈ കോൺവെക്സ് ലെൻസിൽ 5 കേസുകൾ വരക്കാൻ പഠിക്കാനുണ്ട്. എത്ര കേസുകളുണ്ട്? 5 കേസുകൾ വരക്കാൻ പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് മക്കൾക്ക് ഞാൻ വരച്ചു തരാം. മക്കൾ നല്ലപോലെ ശ്രദ്ധിച്ചോട്ടോ. സോ ഇമേജ് ഫോർമേഷൻ വരക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട പരിപാടി ലെൻസ് ഏതാ നോക്കണം. എന്താ നോക്കണ്ടേ? ലെൻസ് ഏതാ നോക്കണം. നമുക്ക് തന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു എന്നറിയോ, കോൺവെക്സ് ലെൻസ് വരച്ചു. എന്ത് വരച്ചു? കോൺവെക്സ് ലെൻസ് വരച്ചു. ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ് വരക്കാനുണ്ടായത്, അതുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു, കോൺവെക്സ് ലെൻസ് വരച്ചു. ഇനി പറയുന്ന കാര്യങ്ങൾ മക്കൾ അതേപോലെ ചെയ്യാട്ടോ. കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, എപ്പോൾ നിങ്ങൾ ലെൻസ് വരച്ചാലും ലെൻസിന്റെ സെന്റർ കൂടെ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. സ്കെയിൽ യൂസ് ചെയ്ത് വളയാതെ എന്ത് ചെയ്യുക, ലെൻസിന്റെ സെന്റർ കൂടെ ലൈൻ വരക്കുക. സെറ്റ് അല്ലേ മക്കൾക്ക്? നമ്മൾ ആദ്യം ലെൻസ് വരച്ചു, എന്നിട്ട് ലെൻസിന്റെ സെന്റർ കൂടെ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. ആ ലൈനിന് നിങ്ങൾ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ഒപ്റ്റിക് ആക്സിസ് ആണ് പറയാന്നുള്ള പേരൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ പേരും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, എന്ത് വരക്കുക, ലൈൻ വരക്കുക എന്നുള്ളതാ. ഓക്കെ, ലൈൻ വരച്ചു കഴിഞ്ഞാൽ മക്കൾ ചെയ്യേണ്ട പരിപാടി,
ആദ്യം ഞങ്ങള് ലെൻസിന്റെ സെന്ററിലുള്ള ഓ പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. ലെൻസിന്റെ സെന്ററിൽ ഏത് പോയിന്റ് മാർക്ക് ചെയ്യുക? ഓ പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതുവരെ ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ ലെൻസ് വരക്കുക, ലൈൻ വരക്കുക, സെന്ററിൽ ഏത് പോയിന്റ് മാർക്ക് ചെയ്യുക? ഓ പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് മക്കൾ സ്കെയിൽ എടുക്കുക. എന്തെടുക്കുക? സ്കെയിൽ എടുക്കുക. എന്റെ കയ്യിൽ സ്കെയിലൊക്കെ ഉണ്ട്, കാണുന്നില്ലേ നിങ്ങൾക്ക്? സോ എന്തെടുക്കുക? സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഈ ഓ പറഞ്ഞ പോയിന്റ് ഒന്ന് 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട്, എത്ര സെന്റിമീറ്റർ മാറ്റിയാണ്ട്? അതായത് ഈ ഒരു ഭാഗത്തേക്ക് 2 സെന്റിമീറ്റർ കറക്റ്റ് മക്കൾ എത്ര എടുക്കുക? 2 സെന്റിമീറ്റർ എടുക്കുക. 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എന്ത് മാർക്ക് ചെയ്യുക? എഫ് മാർക്ക് ചെയ്യുക. എന്ത് മാർക്ക് ചെയ്യുക? എഫ് മാർക്ക് ചെയ്യുക. അപ്പൊ ഓന്ന് കറക്റ്റ് 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എന്ത് മാർക്ക് ചെയ്യുക? എഫ് മാർക്ക് ചെയ്യുക. എഫ് എന്ന് കറക്റ്റ് 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എന്ത് മാർക്ക് ചെയ്യുക? 2F മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഓ 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എഫ്, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് 2F. അതേപോലെ അപ്പുറത്തെ സൈഡ് എടുക്കും ചെയ്യുക. ഓന്ന് കറക്റ്റ് 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എഫ് മാർക്ക് ചെയ്യുക. കറക്റ്റ് 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എത്രയും മാർക്ക് ചെയ്യുക? 2F മാർക്ക് ചെയ്യുക. ഇതോടുകൂടി ലെൻസുമായി ബന്ധപ്പെട്ട പരിപാടികൾ കഴിഞ്ഞു. ക്ലിയർ അല്ലേ മക്കൾക്ക്? ലെൻസ് വരച്ചു, ലൈൻ വരച്ചു, ഓവറിന്റെ പോയിന്റ് മാർക്ക് ചെയ്തു, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എഫ്, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് 2F. ഇതേപോലെ എങ്ങോട്ടും ചെയ്യാം, അപ്പുറത്തെ സൈഡും ചെയ്യാം. ലെൻസിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ കേസിൽ നമ്മൾ ഒബ്ജക്റ്റ് എവിടെയുള്ള നോക്കാം. ഒബ്ജക്റ്റ് ബിയോണ്ട് 2F ആണ്, 2F പിറകിലാണ്. സോ നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുപോയി വെക്കണം? 2F ബാക്കിൽ കൊണ്ടുപോയി വെക്കണം. 2F കാണില്ല നിങ്ങൾ? 2F ബാക്കിൽ കൊണ്ടുപോയാണ് എന്ത് വെക്കുക? ഒബ്ജക്റ്റ് വെക്കുക. ഒബ്ജക്റ്റ് നമ്മൾ എങ്ങനെ വെക്കുക എന്നറിയോ? 2F ബാക്കിൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്താൽ മതി? മുകൾക്ക് ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. ഇതാണ് നിങ്ങൾ എന്ത് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? സോ ഞാൻ ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്? 2F ബാക്കിൽ കൊണ്ടുപോയാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മക്കൾ. നോക്കുക, വരക്കാൻ വേണ്ടി ഒബ്ജക്റ്റിന്റെ മൂർത്താവുന്ന് തുടങ്ങുക. എവിടുന്ന് തുടങ്ങുക? ഒബ്ജക്റ്റിന്റെ മൂർത്താവുന്ന് തുടങ്ങുക. സോ ഞാൻ ഇങ്കൊന്ന് ജസ്റ്റ് മാറ്റിണ്ട്, യെല്ലോ ലൈൻ ആക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോ, ഇമേജ് ഫോർമേഷൻ വരക്കാൻ വേണ്ടി നിങ്ങൾ എവിടെ തുടങ്ങാന്ന് അറിയോ? ഒബ്ജക്റ്റിന്റെ ഏറ്റവും ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പിലുള്ള ഈ ഒരു പോയിന്റ് എന്ന് തുടങ്ങുക. എന്നിട്ട് അവിടുന്ന് ഈ ഒരു പോയിന്റ് ലെൻസുമക്ക് നേരെ ഒരു ലൈൻ വരക്കുക. ലെൻസുമക്ക് എന്ത് ചെയ്യുക? നേരെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലേ, നമ്മളെ താഴെ പ്രിൻസിപ്പൽ ആക്സിസ് ഇല്ലേ, ഇതിന് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക? ഒരു ലൈൻ വരക്കുക. ആ വരക്കണ ലൈന് മക്കള് ഈ ഓവറിന്റെ പോയിന്റ് ഇല്ലേ, അതിന്റെ കറക്റ്റ് മേലെ കൊണ്ടുപോയാണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഓവറിന്റെ പോയിന്റിന്റെ കറക്റ്റ് മേലെ കൊണ്ടുപോയാണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സോ ഇതാണ് നിങ്ങളുടെ എന്ത് ആദ്യത്തെ ലൈന്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഡയറക്ഷൻ ജസ്റ്റ് ആരോ മാർക്ക് ഇട്ടാണ് ഒന്ന് കാണിച്ചു കൊടുക്കുക. സെറ്റ് അല്ലേ മക്കൾക്ക്? ഇനി ഈ വരച്ച ലൈന് ഇവിടെ എഫ് പറഞ്ഞ പോയിന്റ് കാണില്ലേ നിങ്ങള്? എഫ് പറഞ്ഞ പോയിന്റ് കാണില്ലേ? ആ എഫ് പറഞ്ഞ പോയിന്റ് കൂടെ എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. സോ ഈ ലൈൻ മക്കൾ നേരെ കൂടെ നീട്ടി വരക്കുക. എഫ് പറഞ്ഞ പോയിന്റ് കൂടെ നീട്ടി വരക്കുക. അതിന്റെ ഡയറക്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ലൈൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? സോ നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഏറ്റവും മേലെന്ന് നേരെ വരച്ചാണ് എങ്ങോട്ട് വരക്കുക? എഫ് പറഞ്ഞ പോയിന്റ് കൂടെ നീട്ടി വരക്കുക. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ലൈൻ ശ്രദ്ധിച്ചോ. നമ്മൾ ആദ്യത്തെ ലൈൻ എവിടുന്നാണോ തുടങ്ങിയത് അതേ പോയിന്റ് ഒന്ന് തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓ പറഞ്ഞ പോയിന്റ് കണ്ടില്ലേ നിങ്ങള്? ഈ ഓ പറഞ്ഞ പോയിന്റിലൂടെ എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. സോ അതിൽ നിന്ന് തുടങ്ങിയാണ്ട് ഓ പറഞ്ഞ പോയിന്റിലൂടെ എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. അതിന്റെ ഡയറക്ഷനും ഇങ്ങനെ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. ഇതാണ് രണ്ടാമത്തെ ലൈൻ. സെറ്റ് ആണോ? സെറ്റ് അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ വരച്ച സമയത്ത് ഈ 2 ലൈൻസും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ? ഈ 2 ലൈൻസും അവിടെ പോയി കണ്ട് എന്ത് ചെയ്തു? ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലടാ. ആ കൂട്ടിമുട്ടിയ പോയിന്റ് മക്കൾ എന്ത് ചെയ്യുക? മുകൾക്ക് ഒരു ലൈൻ വരക്കുക. നമ്മളെ ആക്സിസും ഒക്കെ ഒരു ലൈൻ വരക്കുക. ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ കൊണ്ടുപോയാണ്ട് എന്തിട്ട് കൊടുക്കുക? ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇതാണ് നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്? ഇമേജ് എന്ന് പറയുന്നത്. ഇത്ര പരിപാടിയുള്ളൂ. ഓക്കെ, സോ ഒന്ന് സമ്മറൈസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? ലെൻസ് വരക്കുക, ലൈൻ വരക്കുക, ഓവറിന്റെ പോയിന്റ് മാർക്ക് ചെയ്യുക, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എഫ്, 2 സെന്റിമീറ്റർ 2F, 2 സൈഡിലും ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റിനെ വെക്കണം. ഈ കേസിൽ ഒബ്ജക്റ്റ് എവിടെ ഉള്ളത്? ബിയോണ്ട് 2F ആണ്. 2F പിറകിലാണ്. സോ 2F ബാക്കിൽ കൊണ്ടുപോയി മേലേക്ക് ഒരു ആരോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെന്താ? നമ്മൾ ഒബ്ജക്റ്റാ. ഇനി ഇമേജ് ഫോർമേഷൻ വരക്കാൻ തുടങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നേരെ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അത് നേരെ കൂടെ നീട്ടി വരച്ചു. ഫോക്കസ് കൂടെ നീട്ടി വരച്ചു. രണ്ടാമത്തെ ലൈൻ ആണെങ്കിലോ ആദ്യത്തെ പോയിന്റ് എവിടുന്നാണോ തുടങ്ങിയത് അതേ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ കൂടെ നീട്ടി വരക്കുക, ഓയിലൂടെ നീട്ടി വരക്കുക. 2 ലൈനും ഒരു പോയിന്റിൽ പോയി കണ്ട് കൂട്ടിമുട്ടും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? മേലേക്ക് ഒരു ലൈൻ വരക്കുക. ഈ കൂട്ടിമുട്ടിയ പോയിന്റിൽ എന്ത് ചെയ്യുക? ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്? ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വരക്കട കാര്യങ്ങൾ ഫുള്ള് സ്കെയിൽ യൂസ് ചെയ്ത് വരക്കണുണ്ടോ? നിങ്ങൾ വളച്ചും തിരിച്ചും വരച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടൂല. എങ്ങനെ വരക്കുക? സ്കെയിൽ യൂസ് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വരക്കുക. ക്ലിയർ അല്ലേ? ഇമേജ് കിട്ടി. ഇതാണ് നിങ്ങൾ എന്ത്? ഇമേജ്. ഇനി ഇമേജ് കിട്ടി കഴിഞ്ഞാൽ മക്കൾ അപ്പം എന്ത് എഴുതണം? ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം, അല്ലെങ്കിൽ പ്രതിബിംബത്തിന്റെ എന്ത് എഴുതണം? സവിശേഷതകൾ എഴുതണം. സോ എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. 3 പോയിന്റ്സ് ഉണ്ടാവുക. എത്ര പോയിന്റ്സ് ഉണ്ടാവുക? 3 പോയിന്റ്സ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ പോയിന്റ് എങ്ങനെ എഴുതാൻ നോക്കിക്കോട്ടോ. ഇതല്ലേ നിങ്ങൾ ഒബ്ജക്റ്റീവ് വസ്തു, ഇതല്ലേ നിങ്ങൾ ഇമേജ് പ്രതിബിംബം. ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ സാധനം വലുതാണോ ചെറുതാണോ? ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം വലുതാണോ ചെറുതാണോ? ചെറുതല്ലടാ. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താന്ന് പറയുന്നറിയോ? ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമിനിഷ്ഡ് ആണെന്ന് പറയും.
ചെറുതാണെങ്കിൽ നമ്മൾ എന്താന്ന് പറയും, ഡിമിനിഷ്ഡ് ആണ് എന്ന് പറയും. സോ ഫസ്റ്റ് പോയിന്റ് കിട്ടി, നമുക്കുണ്ടായ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം ചെറുതാണ്, ഡിമിനിഷ്ഡ് ആണ്. കിട്ടിയിട്ടില്ലേ, എല്ലാ മക്കും കിട്ടിയില്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക. നിങ്ങൾ ഒബ്ജക്റ്റ് ഉള്ളത് മേലക്കല്ലേ, വസ്തു ഉള്ളത് മേലക്കല്ലേ, പക്ഷെ ഇമേജ് ഉള്ളത് എങ്ങട്ടാ, താഴത്തേക്കാണ്. ഒന്ന് മേലക്കും ഒന്ന് താഴത്തേക്കും, രണ്ടും ഓപ്പോസിറ്റ് അല്ലേ, തല കുത്തനാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയും, ഇൻവേർട്ടഡ് ആണെന്ന് പറയും. എന്താണെന്ന് പറയും, ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണെന്ന് പറയും. ഓക്കെ, തല കീഴായതാണെന്ന് പറയും. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ വരച്ച സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടിമുട്ടുന്ന പോയിന്റ് കിട്ടിയിട്ടില്ലേ, ശരിക്കും രണ്ട് പോയിന്റ്സ് കൂട്ടിമുട്ടി കിട്ടിയിട്ടില്ലേ, അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് നിങ്ങൾ എന്താണെന്ന് പറയും, റിയൽ ആണ്, ശരിക്ക് കിട്ടിയതാണെന്ന് പറയും, റിയൽ ആണ് അല്ലെങ്കിൽ യഥാർത്ഥാണെന്ന് പറയും. സോ ഇതാണ് നിങ്ങളുടെ എന്ത്, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ, എല്ലാ മക്കൾക്കും സെറ്റ് അല്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഫസ്റ്റത്തെ ഒരു ഇമേജ് ഫോർമേഷൻ ആയതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മുതൽ നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകും, മക്കൾ ഒപ്പം പഠിച്ചു പോരുക. ഓക്കെ അല്ലേ എടാ. സോ നോക്കിക്കോ, രണ്ടാമത്തെ കേസ് വീണ്ടും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. കോൺവെക്സ് ലെൻസിൽ പക്ഷേ ഒബ്ജക്റ്റ് എവിടെയുള്ളത്, അറ്റ് 2f ആണ്. ഫസ്റ്റ് ഉള്ളത് എവിടെയാണ്, 2f ആണ്. നേരത്തെ പോലെ ലെൻസ് വരച്ചിരിക്കുന്നത് 2 സെന്റിമീറ്റർ മാറ്റാണ്ട് f ഒക്കെ മാർക്ക് ചെയ്തില്ല. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. സോ ഇനി നോക്കുക, ഒബ്ജക്റ്റിനെ വെക്കണം. ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്, 2f ലാണ്. സോ 2f കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിനെ വെക്കും. ഇതാണ് നിങ്ങളുടെ വസ്തു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെങ്ങനെ ഇമേജ് ഫോർമേഷൻ വരച്ചു തുടങ്ങാം, മക്കൾ പറഞ്ഞാൽ. യെസ്, വെരി ഗുഡ്. മേലെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലെൻസിന് നേരെ ലൈൻ വരക്കും, അത് ഓന്റെ കറക്റ്റ് മേലെ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് കൂടെ നീട്ടിയിരിക്കും. സോ നമ്മൾ ആരോ മാർക്ക് ഇട്ടാണ് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ്. എന്നിട്ട് ഇത് നമ്മൾ നേരെ കൂടെ നീട്ടിയിരിക്കുക, ഫോക്കസിലൂടെ നീട്ടിയിരിക്കുക. സോ ഇതാണ് ഫസ്റ്റത്തെ ലൈൻ. രണ്ടാമത്തെ ലൈൻ ആണെങ്കിലോ, ആദ്യത്തത് എവിടെയാണ് തുടങ്ങിയത് അതേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇതിലെ നീട്ടിയിരിക്കുക, ഓയിലൂടെ നീട്ടിയിരിക്കുക, ആയിക്കൂടെ നീട്ടിയിരിക്കുക, ഓ എന്ന പോയിന്റിലൂടെ നീട്ടിയിരിക്കുക. സോ ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ലൈൻ. ക്ലിയർ അല്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അത് രണ്ടും കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ പോയിന്റ് ഒന്ന് മേലേക്ക് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കുക, ആ കൂട്ടിമുട്ടിയ പോയിന്റ് എന്തിട്ട് കൊടുക്കുക, ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇതാണ് നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത്. ഇത്ര പരിപാടിയേ ഉള്ളൂ, ഈസി അല്ലേ. സോ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. ഇവിടെ ഒന്ന് നോക്കി നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്ന സമയത്ത് ഈ സൈസും എന്താണ്, സെയിം അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ത് ചെയ്ത, രണ്ടാളി സൈസ് സെയിം ആയതുകൊണ്ട് നമ്മൾ എന്താന്ന് പറയും, സെയിം സൈസ് ആണെന്ന് പറയും. സോ ഫസ്റ്റ് പോയിന്റ് നമുക്ക് കിട്ടി, സെയിം സൈസ് ആണ്, ഒരേ വലുപ്പാണ്. ഓക്കെ, ഇനി മക്കൾ രണ്ടാമത്തെ പോയിന്റ് പറ. നിങ്ങൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു ഉള്ളത് മേലക്കും, പക്ഷേ ഇമേജ് ഉള്ളത് എങ്ങോട്ടാണ്, താഴത്തേക്കാണ്. രണ്ടും കുത്തനല്ലേ, രണ്ടും കുത്തനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാ, യെസ് വെരി ഗുഡ്, ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയ സാധനം എന്താണ്, ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണ്. ഇനി നിങ്ങൾ വരക്കുന്ന സമയത്ത് ശരിക്ക് കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കിട്ടിയിട്ടില്ലേ. സോ ഇത് എന്താണെന്നാ പറയാ, യെസ് റിയൽ ആണെന്ന് പറയും. സോ ഈ പോയിന്റ് എന്താണ്, റിയൽ ആണ്, യഥാർത്ഥാണ്. ഇത്ര ഉള്ളു പരിപാടി, സാധനം കിട്ടി. ഈസി അല്ലടാ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, ഭയങ്കര ഈസി അല്ലേ. ഇനി നമുക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇൻവേർട്ടഡ് ആണ് നിങ്ങൾ ഇമേജ് എന്നുണ്ടെങ്കിൽ റിയൽ ആയിക്കാരം, തലകീഴായതാണെന്നുണ്ടെങ്കിൽ അത് 100% ഉറപ്പാണ്, എന്താണ്, യഥാർത്ഥമാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് ഇൻവേർട്ടഡ് എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ഉറപ്പായിട്ടും എന്തേക്കാരം, റിയൽ ഏക്കാരം, യഥാർത്ഥേക്കാരം. സെറ്റ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കേസിലേക്ക് പോകാം. മൂന്നാമത്തെ കേസ് നോക്കാം. ഇവിടെ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്, ബിറ്റ്വീൻ f and 2f ആണ്, f-ന്റെയും 2f-ന്റെയും ഇടയിലാണ്. സോ നേരത്തെ പോലെ തന്നെ നമുക്ക് വരക്കാം, f-ന്റെയും 2f-ന്റെയും ഇടയിൽ എന്തുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, വരച്ചിട്ടുണ്ട്, വസ്തു. ഇനി നമ്മൾ എങ്ങനെ വരച്ചു തുടങ്ങുക, മക്കൾ പറ. മേലെ നമ്മൾ എന്ത് ചെയ്യും, നേരെ വരക്കും, അത് നേരെ ഓന്റെ മേലെ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതേ കൂടെ എക്സ്റ്റെൻഡ് ചെയ്താണ്ട് വരക്കുക, എഫ് കൂടെ നീട്ടി വരക്കുക. ഓക്കെ, സോ ഇത് രണ്ടും ആരോ മാർക്ക് ഇട്ടാണ് കാണിച്ചു. നിങ്ങൾ വരക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് ആരോ മാർക്ക് ഇട്ടാണ് കാണിച്ചു കൊടുക്കണം കേട്ടോ. അത് ആരോ മാർക്ക് ഇട്ട് കാണിച്ചു. എന്നിട്ട് രണ്ടാമത്തത് നേരത്തെ തുടങ്ങുക, അതേ പോയിന്റ് തുടങ്ങുക, ഏതിലൂടെ നീട്ടി വരക്കുക, ഓയിലൂടെ നീട്ടി വരക്കുക, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ആരോ മാർക്ക് ഇട്ടാണ് കാണിച്ചു കൊടുക്കുക. സോ രണ്ടും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടി, ഈ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ത് ചെയ്യുക, മേലേക്ക് ഒരു ലൈൻ വരക്കുക, അവിടെ എന്തിട്ട് കൊടുക്കുക, ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇതാണ് നിങ്ങളുടെ എന്ത് എന്ന് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താണ്ട്. അപ്പൊ ഇത് നിങ്ങളെ ഒബ്ജക്റ്റും ഇത് നിങ്ങളെ ഇമേജും അല്ലേ. അപ്പൊ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്ത സമയത്ത് ഇമേജ് എന്താണ്, വലുതാണ്. സോ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് എഴുതുക, ഫസ്റ്റ് പോയിന്റ് എന്താണ് എഴുതും, മാഗ്നിഫൈഡ് ആണെന്ന് എഴുതും. പഠിച്ചു വെക്കുക. ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, ഡിമിനിഷ്ഡ് ആണെന്ന് പറഞ്ഞു. അതേപോലെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പേര് എന്നാ പറയാ, മാഗ്നിഫൈഡ് എന്നാ പറയാ. പേര് പഠിച്ചു വെക്കാം കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് പറയും, മാഗ്നിഫൈഡ് ആണെന്ന് പറയും. മലയാളത്തിൽ നമ്മൾ വലുത് എന്ന് പറയും. ഈസി ആയിട്ട് എന്താണ്, വലുതാണെന്ന് പറയും. ഇനി ഒബ്ജക്റ്റ് ഉള്ളത് മേലക്കും ഇമേജ് ഉള്ളത് താഴത്തുക്കും അല്ലേ, രണ്ടും തല കുത്തനല്ലേ, തല കീഴായിട്ടല്ലേ. സോ നമ്മൾ എന്താണെന്ന് പറയും, യെസ് വെരി ഗുഡ്, ഇൻവേർട്ടഡ് ആണെന്ന് പറയും. ഇൻവേർട്ടഡ് ആണ്, തല കീഴായതാണ്. ഇനി ഞങ്ങളോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഇമേജ് ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ സാധനം എന്തേക്കാരം, റിയൽ ഏക്കാരം. യെസ് ഓഫ് കോഴ്സ്, സാധനം എന്താണ്,
റിയൽ ആണ്, യഥാർത്ഥമാണ്. പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, ഈസി പരിപാടിയാ. വരക്കുക, കാണുക, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഓക്കെ അല്ലേ? നാലാമത്തെ കേസ് പോയാലോ നമ്മളെ. സോ നാലാമത്തെ കേസ് നോക്കുക. കോൺവെക്സ് ലെൻസ് തന്നെയാണ്, പക്ഷെ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്? എഫിലാണ്. നേരത്തെ പോലെ ലെൻസും ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. ലെൻസ് വരക്കുക, ലൈൻ വരക്കുക, ഓ വരക്കുക, 2 സെന്റിമീറ്റർ മാറ്റിയാണ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ തന്നെ. പക്ഷെ ഒബ്ജക്റ്റ് നമ്മൾ എവിടെ വെക്കുക? ഫോക്കസിൽ വെക്കുക. സോ ഫോക്കസിൽ കൊണ്ടാണ് എന്ത് വെച്ചിട്ടുണ്ട്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇമേജ് ഫോർമേഷൻ വരക്കാൻ പോവാണ്. മക്കൾ നോക്കിക്കോ എങ്ങനെ വരക്കാന്ന് പറഞ്ഞാൽ, ഒബ്ജക്റ്റിന്റെ മേലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഒബ്ജക്റ്റിന്റെ മേലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പോയിന്റ് നേരെ മേലെ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് ഈ കൂടെ എക്സ്റ്റെൻഡ് ചെയ്താണ്ട് വരക്കും, നേരെ ഫോക്കസിലൂടെ നമ്മൾ നീട്ടിയാണ്ട് വരക്കും. ഓക്കെ, സോ ഇതിന്റെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയും ഇങ്ങനെയും. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ നമ്മൾ ഇതേപോലെ നെയ്ക്കൂടെ നീട്ടി വരക്കുക, ഓ എന്ന പോയിന്റിലൂടെ നീട്ടി വരക്കുക. ഓക്കെ, ഓ എന്ന പോയിന്റിലൂടെ നീട്ടി വരക്കുക. ക്ലിയർ അല്ലേ? സോ ഇതാണ് നിങ്ങളുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി മക്കൾ നോക്കാം, ഈ 2 ലൈൻസും ഏകദേശം പാരലൽ ലൈൻ കണ്ടല്ലേ പോണത്. ഈ പാരലൽ ലൈൻ കണ്ടപ്പോൾ ഈ 2 ലൈൻസ് എവിടെയെങ്കിലും കൂട്ടിമുട്ടിയാലല്ലേ നമുക്ക് ഇമേജ് ഉണ്ടായി എന്ന് പറയുള്ളൂ. സോ ഈ 2 ലൈൻസും പോണത് എങ്ങനെയാണ്? പാരലൽ ലൈൻ ആണ്. അങ്ങനെ പാരലൽ ആയിട്ടാണ് പോണതെന്നുണ്ടെങ്കിലും ഇത് പതുക്കെ എന്താവുണ്ട്? കൺവേർജ് ആവുന്നുണ്ട്, അടുത്തേക്ക് വരുന്നുണ്ട് എന്നാ പറയാം. സോ ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫോക്കസിലാണ് നിങ്ങളെ വസ്തു ഉള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ലൈൻസ് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത് വരും. നമുക്ക് പാരലൽ പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് എന്ത് ചെയ്യും? അടുത്ത് വരും. അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റിൽ ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടൂലേ? ആ പോയിന്റ് എവിടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പോൾ ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ അപ്പുറത്താണ് ഇവർ കൂട്ടിമുട്ടാന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റുകൾ നമ്മൾ എന്തെന്ന് പറയാ? ഇൻഫിനിറ്റി എന്ന് പറയും. എന്തെന്ന് പറയും? ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പൊ ഇവിടെ ഇമേജ് എവിടെ ഉണ്ടായിന്ന് നമ്മൾ പറയാ? ഇൻഫിനിറ്റിയിൽ ഉണ്ടായി, അനന്തതയിൽ ഉണ്ടായി എന്ന് പറയും. ഓക്കെ അല്ലേ? ജസ്റ്റ് മനസ്സിലാക്കുക. ഫോക്കസിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പക്ഷെ 2 ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയി എവിടെയെങ്കിലും എത്ര സമയത്ത് ഇവർ എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എവിടെ ഉണ്ടായി ഇമേജ് എന്ന് പറയും? പ്രതിബിംബം എവിടെ ഉണ്ടായി എന്ന് പറയും? ഇൻഫിനിറ്റിയിൽ ഉണ്ടായി, അനന്തതയിൽ ഉണ്ടായി എന്ന് പറയും. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ പറ്റും. എവിടെയെങ്കിലും പോയി ഇങ്ങോട്ട് കൂട്ടിമുട്ടുമല്ലോ. അങ്ങനെ കൂട്ടിമുട്ടിക്കാണ്ട് ഉണ്ടാവുന്ന ഇമേജ് വലുതാ ചെറുതാ? ഒരുപാട് ദൂരം കഴിഞ്ഞല്ലേ കൂട്ടിമുട്ടാ. സോ സ്വാഭാവികമായിട്ടും എന്തേക്കാരം? വലിയ ഇമേജ് ഏക്കാരം, വലിയ പ്രതിബിംബം ഉണ്ടാവുക. സോ വലുതാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാ? യെസ്, വെരി ഗുഡ്, മാഗ്നിഫൈഡ് ആണെന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് കിട്ടി, മാഗ്നിഫൈഡ് ആണ്. മാഗ്നിഫൈഡ് ആണ് അല്ലെങ്കിൽ വലുതാണെന്ന് പറയാം. ക്ലിയർ അല്ലേ? ഇനി മേലക്കാ താഴത്തേക്ക് അങ്ങനെ ഇമേജ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും 2 ലൈൻസും താഴെതുകൊണ്ട് താഴത്തേക്കല്ലേ ഉണ്ടാവുക. അവിടെ നിങ്ങൾ എന്താണെന്ന് പറയും? ഇൻവേർട്ടഡ് ആണെന്ന് പറയും. ഇൻവേർട്ടഡ് ആണ്, തലകീഴായതാണെന്ന് പറയും. സോ ഇൻവേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ 100% ഷുവർ ആണ് സാധനം ഏകാരം? റിയൽ ഏകാരം, യഥാർത്ഥ ഏകാരം. ഓക്കെ, സോ ഇതാണ് നിങ്ങളെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോൺവെക്സ് ലെൻസിന്റെ ഒറ്റ കേസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു? കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ലാസ്റ്റത്തെ കേസ് നോക്കുക. കോൺവെക്സ് ലെൻസിൽ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ, വസ്തുള്ളത് എവിടെയാണ്? എഫിനും ഓക്കും ഇടയിലാണ്. നേരത്തെ പോലെ തന്നെ നമുക്ക് നോക്കാം. സോ എഫിനും ഓക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ എന്തുണ്ടാവുക? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു ഉണ്ടാവുക. വസ്തുവിനെ വരച്ചിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, ഇമേജ് ഫോർമേഷൻ വരക്കാൻ നോക്കിയോ കേട്ടോ. നേരത്തെ പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക? നേരെ വരക്കുക. ആ വരക്കണ ലൈന് ഓന്റെ മേലെത്തിയാണ്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ കൂടെ നീട്ടിയായിരിക്കും, എഫിലൂടെ നീട്ടിയായിരിക്കും. സോ ഈ 2 ലൈൻസും ആരോ മാർക്ക് ഇട്ടാണ്ട് കാണിച്ചു കൊടുക്കുക എങ്ങനെ പോണേന്നുള്ളത്. രണ്ടാമത്തെ ലൈൻ എന്ത് ചെയ്യുക? ആദ്യത്തെ ലൈൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ പോയിന്റിൽ നിന്ന് തുടങ്ങുക, ആയിക്കൂടെ നീട്ടിയെടുക്കുക, ഓയിലൂടെ നീട്ടിയെടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 ലൈൻസ് ഉണ്ട്. ആ 2 ലൈൻസും ഡൈവേർജ് ആവാണ്, വിഭജിച്ച് പോകാണ്, അകന്ന് പോകുകയല്ലേ. ഒന്ന് അങ്ങോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ മറ്റേത് ഇങ്ങോട്ടല്ലേ പോണത്. ഈ 2 ലൈൻസും മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കൂട്ടിമുട്ടുവോ? ഇല്ലല്ലോ. അപ്പൊ കൂട്ടിമുട്ടിയാലല്ലേ നമുക്ക് ഇമേജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇമേജ് ഉണ്ടാവൂലേ? ഒന്ന് നോക്കി നോക്കാം. 2 ലൈൻസും പോണത് 2 സൈഡ് എടുക്കാം. ഇവർ കൂട്ടിമുട്ടിയാലേ എന്തുണ്ടാവുള്ളൂ? ഇമേജ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കറിയാം മുന്നിക്ക് പോയി കഴിഞ്ഞാൽ ഈ 2 ചെങ്ങൈമാര് ജന്മത്തെ എന്ത് ചെയ്യൂല? കൂട്ടിമുട്ടൂല. അങ്ങനെ മുന്നിക്ക് പോയാൽ കൂട്ടിമുട്ടൂല എന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ബാക്കിക്ക് വരക്കും. എങ്ങോട്ട് വരക്കും? ബാക്കിക്ക് വരക്കും. പക്ഷെ ബാക്കിക്ക് വരക്കുന്ന ലൈൻസ് നമ്മൾ എന്ത് ലൈൻസ് ആക്കിയാണ്ട് വരക്കും? ഇമാജിനറി ലൈൻസ് ആയിട്ട് വരക്കും. സോ അത് നമ്മൾ ഡോട്ടഡ് ആയിക്കാണ്ട് വരക്കുക. എങ്ങനെ വരക്കുക? ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരക്കും. അപ്പോൾ ഒറ്റ ലോജിക്കുള്ളൂ ലെൻസസിൽ മുന്നിക്ക് പോയാൽ കൂട്ടിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരക്കണം? ബാക്കിക്ക് വരക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ലൈന് ബാക്കിക്ക് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നോക്കിക്കോ, സ്കെയിൽ യൂസ് ചെയ്ത് വരക്കണം കേട്ടോ. ബാക്കിക്ക് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഈ ഒരു ലൈന് ഞാൻ ബാക്കിക്ക് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം. ഓക്കെ, ഈ രീതിയിൽ വരും. ഇപ്പൊ നോക്കാം.
സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബാക്കിക്ക് വരക്കുന്ന ലൈൻസ് എങ്ങനെ വരക്കുക, ഡോട്ടഡ് ആയിട്ട് വരക്കുക കേട്ടോ. സോ ഞാൻ അത് ഡോട്ടഡ് ആക്കി തരാം. കാരണം ഇമാജിനറി ലൈൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് എന്താക്കി വരക്കണം എന്ന് പറയുന്നത്, ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരക്കണം എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് ശരിക്കും കിട്ടിയ പോയിന്റ്സ് അല്ലല്ലോ. സോ നമ്മൾ ബാക്കിക്ക് വരക്കുന്ന ലൈൻസ് എന്ത് ചെയ്യുക, ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരക്കുക. ഓക്കെ, ഇനി ഈ രണ്ട് ലൈൻസും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ, ആ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ത് ചെയ്യുക, താഴത്തേക്ക് ഒരു ലൈൻ വരക്കുക, കൂട്ടിമുട്ടിയ സ്ഥലത്ത് എന്ത് ചെയ്യുക, ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇവിടെ എന്ത് എന്ന് പറയുന്നത്, ഇമേജ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ മക്കൾക്ക്? സോ ഒറ്റ ലോജിക്കുള്ളൂ, മുന്നിക്ക് പോയ കൂട്ടിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് വരക്കും, ബാക്കിക്ക് വരക്കും. പക്ഷേ ബാക്കിക്ക് വരക്കുമ്പോൾ എന്ത് ലൈൻസ് ചെയ്യേണ്ട വരക്കുക, ഡോട്ടഡ് ലൈൻസ് ചെയ്യേണ്ട വരക്കുക. കാരണം ഇമാജിനറി ലൈൻസ് ആണ്, നമുക്ക് ശരിക്കും കിട്ടിയ പോയിന്റ് അല്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വരക്കും, ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരക്കും. ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ ഇതാണ് കേസ് എന്ന് പറയുന്നത്, കോൺവെക്സ് ലെൻസിലെ ലാസ്റ്റ് കേസ്. ഈ കേസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണോ? കാരണം പറയാൻ കാരണം ഇതുവരെ നിങ്ങൾ വരച്ചതെന്ന് കുറച്ച് വെറൈറ്റി ആണ്. ഏത് കേസ്? ഈ ഒരു അഞ്ചാമത്തെ കേസ്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറയണ്ടോ. പക്ഷേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിന്റെ കുറച്ച് ഡെപ്തിലുള്ള കാര്യങ്ങളുണ്ട്, അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്താണ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇമേജ് കിട്ടിയിരിക്കണം. ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. നമുക്ക് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞു കിട്ടിയാ, ഇത് നമ്മൾ ഒബ്ജക്റ്റ്, ഇത് നമ്മൾ ഇമേജ്. ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം വലുതല്ലേ, വലുതാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാം, മാഗ്നിഫൈഡ് ആണെന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കിട്ടി, മാഗ്നിഫൈഡ് ആണ് അല്ലെങ്കിൽ വലുതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതുവരെ നമുക്ക് കിട്ടിയത് ഒബ്ജക്റ്റ് മേലക്കും ഇമേജ് താഴത്തേക്കും. പക്ഷെ ഇവിടെ ഒബ്ജക്റ്റ് മേലക്കാണ്, ഇമേജ് എന്താണ്, മേലക്കാണ്. നിങ്ങൾ വസ്തു മേലക്കാണ്, പ്രതിബിംബം ഉള്ളത് മേലക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ ഒരേ ദിശയിലാണ് അല്ലെ, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുന്നത് അറിയോ, ഇറക്റ്റ് ആണെന്ന് പറയും. ഇവർ എന്താണെന്ന് പറയും, ഇറക്റ്റ് ആണ്, നിവർന്നതാണെന്ന് പറയും. ക്ലിയർ അല്ലേ? ടേംസ് പഠിച്ചേക്കുക, ഇറക്റ്റ് ആണ്, നിവർന്നതാണെന്ന് പറയും. ഇനി മക്കൾ പറ, ഈ ഒരു പോയിന്റ് നമുക്ക് ശരിക്കും കിട്ടിയതാണോ, കൂട്ടിമുട്ടുന്ന പോയിന്റ്? അല്ലെങ്കിൽ നമ്മൾ ബാക്കിക്ക് ഇമാജിൻ ചെയ്ത് കണ്ടുപിടിച്ച പോയിന്റ് അല്ലേ? അങ്ങനെ ഇമാജിൻ ചെയ്ത് കണ്ടുപിടിച്ച പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ ഇത് എന്താന്ന് പറയും, ഇമാജിനറി എന്നുള്ളതിന് വേറെ വാക്ക് നമ്മൾ യൂസ് ചെയ്യും. അതിന് നമ്മൾ വിർച്വൽ ആണെന്ന് പറയും. എന്താണെന്ന് പറയും, വിർച്വൽ ആണ്, മിഥ്യയാണെന്ന് പറയും. വിർച്വൽ ആണ് അല്ലെങ്കിൽ മിഥ്യയാണെന്ന് പറയും. പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് മാഗ്നിഫൈഡ് ആണ്, രണ്ടാളും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് എന്താണ്, ഇറക്റ്റ് ആണ്. ഇതിങ്ങനെ ഒരു ഇമാജിനറി പോയിന്റ് കിട്ടിയോണ്ട് സാധനം എന്താണെന്ന് പറയാ, വിർച്വൽ ആണ്, മിഥ്യയാണെന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ പോയിന്റ് ഇറക്റ്റ് ആണെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്തേക്കാരം, വിർച്വൽ ആക്കാരം. ക്ലിയർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടാമത്തത് ഇൻവേർട്ടർ ആണെങ്കിൽ മൂന്നാമത്തത് എന്താ, റിയൽ ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് എങ്ങാനും ഇറക്റ്റ് ആണെങ്കിൽ മൂന്നാമത്തെ എന്തേക്കാരം, വിർച്വൽ ആക്കാരം. നിവർന്ന പ്രതിബിംബമൊക്കെ എന്ത് പ്രതിബിംബമാണ്, മിഥ്യാ പ്രതിബിംബമാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ മക്കൾക്ക്? ഇതും കൂടി പറയുന്നതോട് കൂടി കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട ഇമേജ് ഫോർമേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. സെറ്റ് അല്ലേ? ഇനി ആരെ പറ്റി പഠിക്കാണ്ട്, കോൺകേവിനെ പറ്റി പഠിക്കാണ്ട്. നമ്മൾ ഈ വരച്ച 5 കേസ് ഉണ്ടല്ലോ, കോൺവെക്സ് നമ്മൾ 5 കേസുകളാണ് വരച്ചത്. ഈ 5 കേസ് നമുക്ക് എവിടെ ഇറക്കാൻ പറ്റും, കോൺകേവിൽ ഇറക്കാൻ പറ്റും. പക്ഷെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു സുഖമുള്ള പരിപാടി എന്താണെന്ന് അറിയോ, ഈ കോൺകേവിൽ എവിടെ നിങ്ങൾ ഒബ്ജക്റ്റിനെ വെച്ചാലും ഉണ്ടാവുന്ന ഇമേജ് ഒക്കെ എന്തേക്കാരം, സെയിം ആക്കാരം. നമ്മൾ കോൺവെക്സിൽ വസ്തുവിനെ മാറ്റുന്നതനുസരിച്ച് ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ലോ, അതേപോലെ എവിടെ മാറൂല, കോൺകേവിൽ മാറില്ല. അപ്പൊ കോൺകേവിൽ നിങ്ങൾ ഈ 5 കേസും വരച്ച് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു 2-3 കേസ് എന്ത് ചെയ്താൽ മതി, വരച്ച് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വരക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റത്തെ കേസ് എങ്ങനെ വരക്കാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, പിന്നെയുള്ള കാര്യങ്ങൾ മക്കൾ പറഞ്ഞു തന്നാൽ മതി. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? സോ കോൺകേവ് ലെൻസ് ആണ് വരക്കാനുള്ളത്. അതിൽ ഞാൻ ഫസ്റ്റ് എടുത്ത കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് 2F ആണ്. ഫസ്റ്റ് എവിടെയുള്ളത്, 2F-ലുള്ളത്. എങ്ങനെ നമ്മൾ വരച്ചു തുടങ്ങുക, ആദ്യം ഞാൻ പറഞ്ഞു ലെൻസ് വരക്കണം. നമ്മളെ ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ് ആണ്. സോ ഞാൻ ആദ്യം കോൺകേവ് ലെൻസ് വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് വരക്കണം, സെൻട്രൽ ലൈൻ എടുക്കണം. നേരത്തെ പോലെ തന്നെ ഓവർ പോയിന്റ് മാർക്ക് ചെയ്യുക, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് F, 2 സെന്റിമീറ്റർ മാറ്റിയാണ്ട് 2F, അത് 2 സൈഡിലും ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ വസ്തുവിനെ വെക്കണം. വസ്തു ഉള്ളത് എവിടെയാണ്, 2F-ലാണ്. സോ നേരെ 2F-ൽ കൊണ്ടുപോയി എന്ത് ചെയ്യാം, വസ്തുവിനെ വെക്കുക. ഇതാണ് നമ്മുടെ വസ്തു എന്നുള്ളത്. ഇനി നേരത്തെ പോലെ തന്നെ എന്ത് വരച്ചു തുടങ്ങുക, ഇമേജ് ഫോർമേഷൻ വരച്ചു തുടങ്ങാൻ നോക്കിക്കോ. ഈ പോയിന്റ് ഒന്ന് നേരെ വരച്ചു, അത് നേരെ ഓന്റെ മേലെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഓന്റെ മേലെ കൊണ്ടുപോയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഇനി കോൺവെക്സ് ലെൻസ് ആയ സമയത്ത് നമ്മൾ F കൂടെ നീട്ടി വരച്ചേക്കല്ലേ, അതിന് പകരം കോൺകേവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന, ഉള്ളിലേക്ക് വരക്കുന്നതിന് പകരം പുറത്തേക്ക് വരക്കും. എങ്ങോട്ട് വരക്കും, പുറത്തേക്ക് വരക്കും. പക്ഷേ ഈ പുറത്തേക്ക് വരക്കണ ഈ ലൈനില്ലേ, അത് ബാക്കിലേക്ക് വരച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തണം, ഫോക്കസ്ക്ക് എത്തണം. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് വരക്കുക. അല്ല തോന്നിയ പോലെ ഇങ്ങനെ ഒന്നും എന്ത് വരക്കാൻ പറ്റൂല, പുറത്തേക്ക് വരക്കാൻ പറ്റൂല. എങ്ങനെ വരച്ചു കഴിഞ്ഞാലും അത് ബാക്കിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എവിടെ എത്തണം, ഫോക്കസ്ക്ക് എത്തണം. ആ രീതിയിൽ വേണം വരക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ബാക്കിക്ക് വരച്ചാൽ ഫോക്കസ്ക്ക് കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്താണ്ട് വരക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾ ഒന്നാമത്തെ ലൈന് നിങ്ങളെ ഡൈവേർജ് ആയി പോണ ലൈന്. എന്നിട്ട് ഇത് നിങ്ങൾ നേരെ ബാക്കിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തണം, പാളിക്കണം കേട്ടോ, അങ്ങനല്ല. ഓക്കെ, ഇങ്ങനെ വരക്കുക. എന്നിട്ട് നേരെ ബാക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തണം, ഫോക്കസ് എത്തണം. ഓക്കെ, ശരിയായി. പക്ഷെ ഇതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയാം, ഈ ബാക്കിക്ക് വരക്കുന്ന ലൈൻസ് നമ്മൾ എന്ത് ലൈൻസ് ആയിക്കണ്ട വരക്കുക,
ഇമാജിനറി ലൈൻസ് എങ്ങോട്ടല്ലേ വരക്കുക. സോ ഈ ബാക്കിക്ക് വരച്ച ലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കുക. ഇവിടുന്ന് കണ്ടാൽ മതി, കാരണം ഇവിടുന്ന് കണ്ടാൽ നമ്മൾ ബാക്കിക്ക് വരച്ചത് അത് എന്താക്കി കൊടുക്കുക, ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കുക. ഇനി രണ്ടാമത്തെ എന്ത് ചെയ്യുക, നേരത്തെ പോലെ തന്നെ നമ്മൾ ആദ്യം തുടങ്ങി അതേ പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, കൂടെ നീട്ടിയെടുക്കുക, ഓ എന്ന പോയിന്റ് കൂടെ നീട്ടിയെടുക്കുക, അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ച സമയത്ത് രണ്ട് പോയിന്റും ഇവിടെ ഒരു പോയിന്റിൽ പോയി, അല്ലെങ്കിൽ രണ്ട് ലൈൻസും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയില്ലേ, ആ കൂട്ടിമുട്ടിയ പോയിന്റിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാണ് ഇങ്ങടെ എന്ത് എന്ന് പറയുന്നത്, ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബം എന്ന് പറയുന്നത്. ഈസി അല്ലടാ, പ്രയാസമൊന്നുമില്ലല്ലോ. സോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒറ്റ വ്യത്യാസമുള്ളൂ, കോൺവെക്സിന് നിങ്ങൾ എഫ് കൂടെ നീട്ടി വരച്ചു, കോൺകേവ് ആണെങ്കിൽ അങ്ങോട്ട് വരക്കുക, പുറത്തേക്ക് വരക്കുക, പുറത്തേക്ക് വരക്കണ ബാക്ക് വരച്ചാൽ എങ്ങോട്ട് എത്തണം, ഫോക്കസ് എത്തണം എന്നുള്ളതാണ്. ഓക്കെ, ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറ്റും. സോ മക്കൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്, ഇതാണ് നിങ്ങൾ ഇമേജ്. വസ്തുവിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇമേജ് വലുതാ ചെറുതാ, ചെറുതല്ലേ, ചെറുതാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയാ, യെസ് വെരി ഗുഡ്, ഡിമിനിഷ്ഡ് ആണെന്ന് പറയും. സോ ഫസ്റ്റ് പോയിന്റ് കിട്ടിയ സാധനം എന്താണ്, ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, നിങ്ങൾ ഒബ്ജക്റ്റ് മേലക്കാണ്, ഇമേജ് മേലക്ക, വസ്തുവും പ്രതിബിംബം മേലക്കായതുകൊണ്ട് സാധനം നമ്മൾ എന്താണെന്ന് പറയും, ഇറക്റ്റ് ആണ്, നിവർന്നതാണെന്ന് പറയും. ഇനി നിങ്ങൾക്ക് അറിയാം ഇറക്റ്റ് ആണ് ഇമേജ് എന്നുണ്ടെങ്കിൽ സാധനം എന്തേക്കാരം, യെസ് വെരി ഗുഡ്, വിർച്വൽ ഏകാരം, മിഥ്യേകാരം. പരിപാടി കഴിഞ്ഞു. അങ്ങനെ എന്തും കിട്ടി, ക്യാരക്ടറിസ്റ്റിക്സും കിട്ടി. ഈസി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ പറഞ്ഞുണ്ടോ. ഓക്കെ, സോ വീണ്ടും കോൺകേവ് ലെൻസ് ആണ്, പക്ഷെ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്, അറ്റ് ഫോക്കസിൽ. നമ്മൾ എന്താ ചെയ്യുക, ലെൻസും കാര്യങ്ങളൊക്കെ വരക്കുക, എന്നിട്ട് ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുപോയാണ്ട് വെക്കുക, ഫോക്കസിൽ കൊണ്ടുപോയാണ്ട് വെക്കുക. ഓക്കെ, സോ നമ്മൾ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ് ഇപ്പോൾ, ഫോക്കസിലാണ്, ഫോക്കസിലാണ് നിങ്ങൾ ഒബ്ജക്റ്റ് ഉള്ളത്. ഓക്കെ, ദെൻ ഇമേജ് ഫോർമേഷൻ വരക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോട്ടോ. മേലുള്ള പോയിന്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ലെൻസുമൊക്കെ വരക്കും. ആ വരക്കുന്ന ലൈൻ നമ്മൾ ഓന്റെ മേലെ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് വരക്കുക, പുറത്തേക്ക് നീട്ടി വരക്കുക. പക്ഷെ പുറത്തേക്ക് നീട്ടി വരക്കുന്ന ബാക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തണം, ഫോക്കസ് എത്തണം. ആ രീതിയിൽ വരക്കുക. ക്ലിയർ അല്ലേ. ഇതിങ്ങനെ ആരോ മാർക്കിട്ട് കാണിച്ചു കൊടുക്കുക. ആദ്യം ഫോക്കസ് എത്തും നോക്കട്ടെ. ഓ കുഴപ്പമില്ലല്ലേ, മരം മാറ്റിയെടുക്കാം. ഓക്കെ ഫൈൻ. രണ്ടാമത്തെ ലൈന് പിന്നെ നിങ്ങൾക്ക് അറിയാം ബാക്കിക്ക് വരക്കുന്ന ലൈൻസ് ഇമാജിനറി ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ വരക്കണം, ഡോട്ടഡ് ലൈൻ ആയിട്ട് വരക്കണം. സോ ഈ ബാക്കിക്ക് വരച്ച് സാധനം എന്താക്കി കൊടുക്കുക, ഡോട്ടഡ് ലൈൻ ആക്കി കൊടുക്കുക. ഓക്കെ, ദെൻ മക്കൾ രണ്ടാമത്തെ ലൈൻ എങ്ങനെ വരക്കുക, ആദ്യത്തേത് വരച്ച് അതേ പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, ആയിക്കൂടെ നീട്ടി വരക്കുക, ഓ എന്ന പോയിന്റ് കൂടെ നീട്ടി വരക്കുക, അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. അപ്പൊ രണ്ട് പോയിന്റും അല്ലെങ്കിൽ രണ്ട് ലൈൻസും ഈ ഒരു പോയിന്റിൽ പോയി കൂട്ടിമുട്ടിയില്ലേ, ഇവിടെ നമ്മൾ എന്ത് വരച്ചു കൊടുക്കുക, ഇമേജ് വരച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങൾ ഇമേജ്. ഇത്രയുള്ള പരിപാടി. ഇമേജ് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, യെസ് വെരി ഗുഡ്, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. ക്യാരക്ടറിസ്റ്റിക്സ് 3 പോയിന്റ്സ് ഉണ്ടാവും മക്കൾ പറഞ്ഞു കേട്ടിയാ. ഫസ്റ്റ് പോയിന്റ് എന്താ, നിങ്ങൾ ഒബ്ജക്റ്റ് വലുതും ഇമേജ് ചെറുതും അല്ലേ. ഇമേജ് ചെറുതാണെങ്കിൽ നമ്മൾ എന്താ പറയാ, യെസ് ഡിമിനിഷ്ഡ് ആണെന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് കിട്ടി, ഡിമിനിഷ്ഡ് ആണ് അല്ലെങ്കിൽ ചെറുതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറ, നിങ്ങൾ ഒബ്ജക്റ്റും ഇമേജും വസ്തുവും പ്രതിബിംബം നിൽക്കുന്നത് മേലക്കല്ലേ, ഒരേ ഡയറക്ഷനിലല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, യെസ് വെരി ഗുഡ്, ഇറക്റ്റ് ആണ് എന്ന് പറയും. ഇതെന്താണ്, ഇറക്റ്റ് ആണ്, നിവർന്നതാണ് എന്ന് പറയും. ഇനി ഏതെങ്കിലും ഒരു ഇമേജ് ഇറക്റ്റ് ആണ്, നിവർന്നതാണെന്നുണ്ടെങ്കിൽ സാധനം എന്തേകാരം, വിർച്വൽ ഏകാരം, മിഥ്യേകാരം. ഇത്രയുള്ള പരിപാടി. വിർച്വൽ അല്ലെങ്കിൽ മിഥ്യ. പരിപാടി കഴിഞ്ഞു. ഈസി അല്ലടാ, ഈസി അല്ലേ. എങ്ങനെ എക്സാമിന് ചോദിച്ചാലും മക്കൾക്ക് എഴുതാൻ അറിയില്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഇവിടെ വേറെ ക്വസ്റ്റ്യൻ കൂടി ഞാൻ തന്നിട്ടുണ്ട്. ഇത് തൽക്കാലം ഞാൻ ചെയ്യണില്ല, ഞങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. സ്വയം ചെയ്ത് നോക്കുക, എന്നിട്ട് അതിന്റെ എന്ത് ചെയ്തുക, ക്യാരക്ടറിസ്റ്റിക്സും എഴുതി നോക്കുക. ഓക്കെ അല്ലേ. സോ ഇവിടെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ കോൺകേവ് ലെൻസില്ലേ, കോൺവെക്സിലേക്ക് ഞാൻ വരാം. കോൺകേവ് ലെൻസില് നമ്മൾ ആദ്യം വരച്ച കേസ് ഏതാ, ഒബ്ജക്റ്റ് അറ്റ് 2F ആണ്. ഒബ്ജക്റ്റ് അറ്റ് 2F ആണ്. ഈ 2F വരച്ച സമയത്ത് ഇതല്ലേ നമുക്ക് ഇമേജ്, ഇമേജിന്റെ പൊസിഷൻ എവിടെ നോക്കാം, എഫിന്റെയും ലെൻസിന്റെയും ഇടയിലല്ലേ. പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കുക. എഫിന്റെയും ലെൻസിന്റെയും ഇടയിലാണ് എന്ത് ഇമേജ് ഉള്ളത്. ഇന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തേനു, ഡിമിനിഷ്ഡ് ആയിരുന്നു, ഇറക്റ്റ് ആയിരുന്നു, വിർച്വൽ ആയിരുന്നു, ചെറുതേനു, നിവർന്നതേനു, മിഥ്യേനു. പ്രയാസമല്ലല്ലോ. പിന്നെ നമ്മൾ രണ്ടാമത് വരച്ചത് എവിടെ, അറ്റ് എഫില. ആദ്യം നമ്മൾ 2F വരച്ചു, പിന്നെ എവിടെ വരച്ചു, എഫിൽ വെച്ചു. എഫിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇമേജ് എവിടെയാണ്, എഫിന്റെയും ലെൻസിന്റെയും ഇടയിലാണ്. ഇന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്, വിർച്വൽ ആണ്, ചെറുതാണ്, നിവർന്നതാണ്, മിഥ്യയാണ്. ഇതിൽ നിന്ന് മക്കൾ മനസ്സിലാക്കുക, കോൺകേവ് ലെൻസിൽ നിങ്ങൾ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ വസ്തുവിനെ എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഇമേജ് ഉണ്ടാവുക എവിടെ കാരം, എഫിന്റെയും
ലെൻസിന്റെയും ഇടയിലേക്കാരം ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തേക്കാരം ഡിമിനിഷ്ഡ് ഏകാരം ഇറക്റ്റ് ഏകാരം വിർച്വൽ ഏകാരം ഇത് മാറൂല 5 കേസിന് എന്താണ് സെയിം ആണ് ഓക്കെ അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക ഒരു കോൺകേവ് ലെൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു നിങ്ങൾ എവിടെ വെച്ചാലും ഇമേജ് എവിടെ ഉണ്ടാവുക എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തേക്കാരം ഡിമിനിഷ്ഡ് ഏകാരം ഇറക്റ്റ് ഏകാരം വിർച്വൽ ഏകാരം ഓക്കെ അല്ലെ ചെറുതേക്കാരം നിവർന്നതേക്കാരം മിഥ്യേക്കാരം ഈ 2 പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരും പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹോംവർക്ക് തന്ന സാധനം ഏതാ എഫിനും ടു എഫിനും ഇടയിലുള്ള കേസല്ലേ നിങ്ങൾ എഫിനും ടു എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റിനെ വെക്കണമെന്നുണ്ടെങ്കിലും ഇമേജ് എവിടെ ഉണ്ടാവുക എഫിന്റെയും ലെൻസിന്റെയും ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏകാരം ഡിമിനിഷ്ഡ് ഏകാരം ഇറക്റ്റ് ഏകാരം വിർച്വൽ ഏകാരം ചെറുതേക്കാരം പ്രയാസമൊന്നുമില്ലല്ലോ വരച്ചു നോക്കുക അതേപോലെയാണോ കിട്ടണമെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ സോ ഇതാണ് ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കോൺവെക്സിന്റെയും കോൺകേവിന്റെയും കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഒന്നും കൂടി ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇതേപോലെ മക്കൾ മനസ്സിലാക്കുക പഠിച്ചെടുക്കുക കേട്ടോ സോ ആദ്യം എനിക്ക് നിങ്ങളോട് കുറച്ച് ടിപ്സ് തരാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ വരച്ച കേസിലെ കോൺവെക്സിന്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ഇനി കോൺകേവിന്റെ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു വെക്കുക കോൺവെക്സിലെ ഒരു 2 കേസ് ഞാൻ പഠിപ്പിച്ചു തരാം ആ 2 കേസും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഓക്കെ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്നാമത്തെ കേസാണ് ഒബ്ജക്റ്റ് അറ്റ് 2F അല്ലെങ്കിൽ വസ്തു 2F വരുന്ന കേസ് നിങ്ങൾക്കറിയാം നമ്മൾ വരച്ച സമയത്ത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു 2F ഉള്ളത് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ വസ്തു 2F ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഇമേജും നമുക്ക് എവിടെ തന്നെ കിട്ടിയത് 2F തന്നെ കിട്ടിയത് ഇമേജ് എവിടെ തന്നെ കിട്ടിയത് 2F തന്നെ കിട്ടുന്നത് വരച്ച കാര്യം നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ വസ്തു ഉള്ളത് 2F ആണെങ്കിൽ ഇമേജ് എവിടെ തന്നെ ഉണ്ടാവുക 2F ഉണ്ടാവുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ സോ നമ്മൾ ഒബ്ജക്റ്റ് 2F ഉള്ളതെന്നുണ്ടെങ്കിൽ ഇമേജ് അവിടെ തന്നെ ഉണ്ടാവും 2F തന്നെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും സെയിം സൈസ് ആണ് സൈസ് എന്താണ് സെയിം സൈസ് ആണ് സോ ഈ 2 പോയിന്റ്സ് മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കുക 2F കേസ് വന്നാൽ സോ മനസ്സിലാക്കുക ഒബ്ജക്റ്റ് 2F ഉള്ളതെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ ഉണ്ടാവുക 2F തന്നെയാണ് ഉണ്ടാവുക ഇമേജിന്റെ സൈസ് എന്തേക്കാരം സെയിം സൈസ് ഏകാരം ഒരേ വലുപ്പേക്കാരം ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ മക്കൾക്ക് ഇനി ഇത് വെച്ചാണ്ട് ബാക്കി 2 കാര്യങ്ങൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഈ ലോജിക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ എവിടെയെങ്കിലും ഒബ്ജക്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഇമേജ് വരിക അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ വരിക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാൻ നോക്കിക്കോട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒബ്ജക്റ്റ് 2F ആണെങ്കിൽ ഇമേജ് എവിടെ 2F അത് കിട്ടിയതല്ലേ നിങ്ങൾക്ക് ഇനി നിങ്ങൾ നോക്കുക ഒബ്ജക്റ്റിനെ ബാക്കിലേക്ക് വലിച്ചാൽ ഇമേജ് ബാക്കിലേക്ക് വരും ഒബ്ജക്റ്റിനെ ഞാൻ മുന്നിലേക്ക് വലിച്ചാൽ ഇമേജ് അങ്ങോട്ട് പോകും ഇത്ര പരിപാടി ഉള്ളൂ ഇപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റും ഇത് നിങ്ങൾ ഇമേജും ഇത് ഒബ്ജക്റ്റും ഇത് ഇമേജും ഒബ്ജക്റ്റിനെ ഞാൻ ബാക്കിലേക്ക് വലിച്ചാൽ ഇമേജും ബാക്കിലേക്ക് വരും ഒബ്ജക്റ്റിനെ മുന്നിലേക്ക് വലിച്ചാൽ ഇമേജും എന്ത് ചെയ്യും മുന്നിലേക്ക് പോകും അതാണ് ലോജിക്ക് ക്ലിയർ അല്ലേ മക്കൾക്ക് സോ ഇത് ബാക്കിലേക്ക് വലിച്ചാൽ ഇതും ബാക്കിലേക്ക് വരും ഇത് മുന്നിലേക്ക് വലിച്ചാൽ ഇതും മുന്നിലേക്ക് പോകും ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ മനസ്സിലാക്കിയില്ലേ ഇനി മനസ്സിലാക്കുക ലെൻസിന്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് സൈസ് എന്ത് ചെയ്യും കുറയും ലെൻസിൽ നിന്ന് വിട്ടേക്ക് പോകുന്നതനുസരിച്ച് സൈസ് എന്ത് ചെയ്യും കൂടും ഓക്കെ അപ്പൊ ലെൻസിന്റെ അടുത്തേക്ക് വന്നാൽ സൈസ് കുറയും ലെൻസിന്റെ വിട്ടേക്ക് പോയി കഴിഞ്ഞാൽ സൈസ് എന്ത് ചെയ്യും കൂടും ക്ലിയർ അല്ലേ മക്കൾക്ക് സോ ആ ലോജിക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ആൻസർ പറഞ്ഞു തരണോ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഇവിടെ നോക്കിക്കോ ഒന്നാമത്തെ ക്വസ്റ്റ്യനില് സപ്പോസ് നിങ്ങൾ ഒബ്ജക്റ്റ് ഉള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ വരാം പറഞ്ഞിട്ടിക്കാം ഒബ്ജക്റ്റ് ഉള്ളത് ബിയോണ്ട് 2F ആണ് 2F പിറകിലാണെങ്കിൽ ഇമേജ് എവിടെ വരാം ലോജിക്ക് വെച്ചാണ്ട് യെസ് വെരി ഗുഡ് എവിടെ വരും എഫിന്റെയും 2F ഇടയിൽ വരും എഫിന്റെയും 2F ഇടയിൽ വരും ഇനി മക്കൾ പറയാം മേലക്കാ താഴത്തേക്ക് ഉണ്ടാവും വലുതാ ചെറുതാ ഉണ്ടാവുക ചെറുതല്ലേ ഉണ്ടാവുക കാരണം ലെൻസിന്റെ അടുത്തേക്ക് വന്നില്ല അപ്പൊ വലുതാ ചെറുതാ ഉണ്ടാവുക യെസ് ചെറുതുണ്ടാവും അപ്പൊ എഫിന്റെയും 2F ഇടയിൽ താഴത്തേക്ക് ഏക്കാരം ഉണ്ടാവുക പക്ഷെ ഉണ്ടാവുന്നത് എന്തേക്കാരം ചെറുതേക്കാരം ഇതാണ് നിങ്ങൾ ഇമേജ് പഠിച്ചില്ലേ വരക്കാതെ കാണാൻ പഠിച്ചില്ലേ പ്രയാസമില്ലല്ലോ ഇനി ഇവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ ചെറുതായതുകൊണ്ട് ഡിമിനിഷ്ഡ് ആണ് ഇൻവേർട്ടഡ് ആണ് രണ്ട് ദിശയിലായ 2 ഡയറക്ഷനിലായതുകൊണ്ട് ഇൻവേർട്ടഡ് ആണ് റിയൽ ആണെന്ന് പറയാം ചെറുതാണ് തലകിയായതാണ് യഥാർത്ഥാണെന്ന് പറയാം കിട്ടിയില്ലേ പ്രയാസമൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ സപ്പോസ് നിങ്ങൾ ഒബ്ജക്റ്റ് ഉള്ളത് എഫിന്റെയും 2F ഇടയിലാണെങ്കിലോ ഇമേജ് എവിടെ ഉണ്ടാവുക മക്കൾ പറ മുന്നിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇമേജ് മുന്നിക്ക് വലിയില്ലേ അപ്പൊ ഇമേജ് എവിടെ ഉണ്ടാവും 2F ബാക്കിലുണ്ടാവും എവിടെ ഉണ്ടാവും 2F ബാക്കിലുണ്ടാവും ഇനി പറയാം മേലക്ക താഴത്തേക്ക് ഉണ്ടാവും വലുതാ ചെറുതാ ഉണ്ടാവുക വലുതുണ്ടാവും കാരണം ലെൻസിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ വലുതല്ലേ ഉണ്ടാവുക സോ വലുതുണ്ടാവും സോ മക്ക കിട്ടിയിട്ടുണ്ട് താഴത്തേക്ക് ഉണ്ടാവും പക്ഷെ എങ്ങനെ ഉണ്ടാവുക വലിയ ഇമേജ് ഉണ്ടാവും ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ മാഗ്നിഫൈഡ് ആണ് ഇൻവേർട്ടഡ് ആണ് റിയൽ ആണ് വലുതാണ് തലക്കിയാതാണ് യഥാർത്ഥാണ് സെറ്റ് അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ സോ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഒബ്ജക്റ്റ് 2F ഇമേജ് എവിടെ
2f തന്നെ ഉണ്ടാവുന്ന ഇമേജിന്റെ സൈസ് സെയിം സൈസാണ്. ഇനി ഒബ്ജക്റ്റിനെ ഞാൻ ബാക്ക് വലിച്ചാൽ ഇമേജ് അങ്ങോട്ട് വരും, ബാക്ക് വരും. അതാണ് ഈ കേസ്. ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇമേജ് അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് വന്നു. ഇനി ഒബ്ജക്റ്റിനെ ഞാൻ മുന്നിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇമേജ് അങ്ങോട്ട് പോകും, മുന്നിൽ പോകും. അതാണ് ഈ കേസ്. ഇതിനെ ഇങ്ങോട്ട് വലിച്ചെടുത്ത് അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും. പിന്നെ മനസ്സിലാക്കുക, ലെൻസിന്റെ അടുത്തേക്ക് വരുമ്പോൾ സൈസ് കുറയും, ലെൻസിന് വിട്ടു പോകുമ്പോൾ സൈസ് എന്ത് ചെയ്യും, കൂടും. ആ കാര്യം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ സെറ്റാണ്. എന്ത് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടിപ്പ് കിട്ടിയില്ല നിങ്ങൾക്ക്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട രണ്ടാമത്തെ ഒരു ടിപ്പാണ്, അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട രണ്ടാമത്തെ കേസാണ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. അത് കോൺവെക്സിൽ നമ്മൾ അവസാനം പഠിച്ച സാധനം ഉണ്ടല്ലോ, എഫിന്റെയും ലെൻസിനും എഫിന്റെയും മോന്റെയും ഇടയിൽ എന്ന് പറഞ്ഞ കേസ്. ആ കേസിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ട സാധനം ഈ ഡയഗ്രാം മനസ്സിലാക്കി വെക്കുക. ഈ ഡയഗ്രാം കാരണം ബാക്കിയുള്ള കേസിലൊക്കെ നമുക്ക് വരച്ച സമയത്ത് ഇവിടെ ഒബ്ജക്റ്റ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡിലാണ് ഇമേജ് കിട്ടിയത്. എവിടെ നോക്കി കഴിഞ്ഞാലും ഒബ്ജക്റ്റ് ഒരു സൈഡിലും ഇമേജ് മറ്റേ സൈഡിലും ഉണ്ടായിരുന്നത്. ഫുൾ കേസിലും അതേപോലെ കിട്ടിയത്. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചപ്പോൾ അതേ സൈഡിൽ മേലേക്ക് നമുക്ക് എന്ത് കിട്ടിയാണ്, ഇമേജ് കിട്ടിയത്. അപ്പൊ ഈ ഷേപ്പ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. എഫിന്റെ ലെൻസിന്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ കുറച്ച് ബാക്കിലായിട്ട് മേലേക്ക് എന്ത് വരും, ഇമേജ് വരുന്ന. ആദ്യം നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, ഈ ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ വേണം. അത് ആദ്യം മൈൻഡിൽ കയറ്റിയില്ലേ. പിന്നെ നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട സാധനമാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്ത് പഠിക്കണം? ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഒബ്ജക്റ്റ് അതിന്റെ രണ്ടിന്റെ ഇടയിലാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്താ പറഞ്ഞത്, മാഗ്നിഫൈഡ് ആണ്, ഇറക്റ്റ് ആണ്, വിർച്വൽ ആണെന്ന് പറഞ്ഞു. അതായത് വലുതാണ്, നിവർന്നതാണ്, മിഥ്യയാണെന്ന് പറഞ്ഞു. നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണ്ടോ. കാരണം ഇതുവരെയുള്ള കേസിൽ ഫുൾ എങ്ങോട്ടാ വന്നിരുന്നത്, താഴത്തേക്കാ വന്നിരുന്നത്. അതായത് ഫുള്ള് ഇൻവേർട്ടഡും റിയലും അല്ലേനോ. ഒറ്റ കേസിൽ മാത്രമേ ഇറക്റ്റും വിർച്വലും വരുന്നുള്ളൂ. അത് എവിടെ വെക്കുമ്പോഴാ, എഫിന്റെ ലെൻസിന്റെ ഇടയിൽ വെക്കുമ്പോഴാണ്. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി എക്സാമിന് എന്താ ചെയ്യാന്നറിയോ, ഇത് ചങ്ങായിമാർ കോൺകേവ് വെച്ചാണ് കമ്പയർ ചെയ്യും. എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യും, കോൺകേവ് വെച്ചാണ് കമ്പയർ ചെയ്യും. ഞങ്ങളോട് പറയുന്നു കോൺകേവ് ലെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാതെ പഠിക്കാൻ പറഞ്ഞു. അതെന്തേനു, ഡിമിനിഷ്ഡ്, ഇറക്റ്റ്, വിർച്വൽ. നേരെ മറിച്ച് കോൺവെക്സിൽ എഫിന്റെ ലെൻസിന്റെ ഇടയിൽ വെക്കുന്ന സമയത്തോ മാഗ്നിഫൈഡ്, ഇറക്റ്റ്, വിർച്വൽ. നോക്കി കഴിഞ്ഞാൽ ആകെ ഒരു വ്യത്യാസമുള്ളൂ, ഇത് മാഗ്നിഫൈഡ് ആണ്, ഇത് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാഗ്നിഫൈഡ് ആണ് ഇറക്റ്റ് ആണെന്ന് കണ്ടാൽ, മാഗ്നിഫൈഡ് ആണ് ഇറക്റ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാക്കണം ലെൻസ് ഏതാ, കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ ഡിമിനിഷ്ഡ് ആണ് ഇറക്റ്റ് ആണെന്ന് കണ്ടാൽ മനസ്സിലാക്കണം ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ് ആണ്. കിട്ടില്ല, നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാഗ്നിഫൈഡ് ആണ് ഇറക്റ്റ് ആണ്, വലുതാണ്, നിവർന്നതാണെന്ന് കണ്ടാൽ മനസ്സിലാക്കുക ലെൻസ് ഏതേക്കാരം, കോൺവെക്സ് ലെൻസ് ഏക്കാരം. അതേപോലെ ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്, അതേപോലെ ഇറക്റ്റ് ആണെന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സാധനം എന്താണ്, കോൺകേവ് ലെൻസ് ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പക്ക ഇമ്പോർട്ടന്റ് ആണ്, ഇനിയും ചോദിക്കുന്നുണ്ടോ. അപ്പൊ മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ആണ്, വലുതാണ്, നിവർന്നതാണെന്ന് കണ്ടാൽ ഉറപ്പിച്ചോ കോൺവെക്സ് ലെൻസ് ആണ്. ചെറുതും നിവർന്നതും ഡിമിനിഷ്ഡും ഇറക്റ്റ് ആണെങ്കിൽ ഉറപ്പിച്ചോ സാധനം ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്. ഇനി കോൺവെക്സ് ആണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ ഉണ്ടാവുക കൂടി പഠിച്ചേക്കുക. ഒബ്ജക്റ്റ് എവിടെ ഉണ്ടാവുക, എഫിന്റെയും ലെൻസിന്റെയും ഇടയിലാണ് ഉണ്ടാവുക. കാരണം ബാക്കി കേസിലൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, മാഗ്നിഫൈഡും ഇറക്റ്റും കിട്ടൂല. സെറ്റ് ആണോ, സെറ്റ് അല്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. സോ ഈ രണ്ട് പോയിന്റ്സ്, രണ്ട് ടിപ്പുകൾ മക്കൾ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഈ ലോജിക് അപ്ലൈ ചെയ്യുന്നതാണ് എക്സാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കും, 100% ഷുവർ ആണ്. പല മക്കളും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയോ, ബേസിക് ആയിട്ടുള്ള വരക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോകും. പക്ഷെ അത് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് വട്ടത്തിലും ത്രികോണത്തിലും ചതുരത്തിലും മൂഞ്ചുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ മക്കൾക്ക്, എല്ലാവർക്കും ക്ലിയർ അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് PYQs നോക്കാം. PYQ മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ലെൻസസ് എന്ന ചാപ്റ്ററിന് ചോദിച്ച കുറച്ച് നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മക്കൾ നോക്കിക്കോട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. An object 12 cm high is placed 28 cm from a concave lens of focal length 20 cm. Draw a diagram using suitable scale measure and write the length of the image എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കുറച്ച് മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. ഈ മെഷർമെന്റ്സ് വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡ്രോ എ ഡയഗ്രാം യൂസിങ് സ്യൂട്ടബിൾ സ്കെയിൽ. ഈ ഒരു മെഷർമെന്റ്സ് വെച്ചാണ് നിങ്ങൾ ഡയഗ്രാം വരക്കണം. എന്ത് വരക്കണം, ഡയഗ്രാം വരക്കണം. ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മക്കൾ നോക്കിയാൽ മനസ്സിലാവും, ഓൾ തന്ന മെഷർമെന്റ്സ് ഒബ്ജക്റ്റ് 12 cm ഹൈറ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്, 12 cm ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനെ നമ്മൾ HO എന്നാ പറയാ, വസ്തുവിന്റെ ഉയരത്തിന് നമ്മൾ എന്താ പറയാ, HO എന്നാ പറയാ. 20 cm ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവും 12 cm ഉയരമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ, അപ്പൊ വസ്തുവിന്റെ ഉയരത്തിന് നമ്മൾ HO എന്ന് പറയും. അതുപോലെ എത്രയെന്ന് തന്നിക്കണേ, 12 cm ആണ് തന്നിക്കണേ. എത്രയെന്ന് തന്നിക്കണേ, 12 cm ആണ് തന്നിക്കണേ. ഇനി ആ വസ്തു എവിടെ വെച്ചിരിക്കണത്, 28 സെന്റിമീറ്റർ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. 28 സെന്റിമീറ്റർ അകലത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ വസ്തുവിലേക്കുള്ള അകലം, ഒബ്ജക്റ്റിലുള്ള ഡിസ്റ്റൻസുകൾ എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും, U ആണ്. U എത്രയാണ്, 28 സെന്റിമീറ്റർ ആണ്. അപ്പോൾ വസ്തുവിന്റെ ഉയരം 12 സെന്റിമീറ്റർ ആണ്, അങ്ങോട്ടുള്ള ദൂരം എത്രയാണ്, 28 സെന്റിമീറ്റർ ആണ്. പിന്നെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ആ ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്രയെന്ന് തന്നിക്കണേ, 20 സെന്റിമീറ്റർ ആണ് തന്നിക്കണേ. എത്രയാണ് തന്നിക്കണേ, 20 സെന്റിമീറ്റർ ആണ് തന്നിക്കണേ. പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുന്ന സാധനം ലെൻസ് ഏതാണെന്ന് പറയണേ, കോൺകേവ് ലെൻസ് ഏതാണെന്ന് പറയണം. സോ നമ്മളെ ലെൻസ് ഏതാണ്, കോൺകേവ് ലെൻസ് ആണ്.
കോൺകേവ് ലെൻസ് ആണ്. സോ ഒരു കാര്യം ഞാൻ പറയാം, ലെൻസസിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ലെൻസ് ഏതാണെന്ന് കേട്ടോ. ലെൻസ് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ഏതാണ്. സോ തന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിക്കണേ. ഇനി ഇത് വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇമേജ് ഫോർമേഷൻ വരക്കണം, അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം വരക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സാധാരണ ഒരു ലെൻസിന് ഇപ്പം മേലെ വരക്കാം. ഒരു ലെൻസിന് നമ്മൾ ആദ്യം ഓവർ പോയിന്റ് മാർക്ക് ചെയ്യും. കുറച്ചപ്പുറത്ത് എഫ് ഉണ്ടാവും, കുറച്ചപ്പുറത്ത് ആര് ഉണ്ടാവും, 2F ഉണ്ടാവും. ഇവിടെ എഫ് ഉണ്ടാവും, കുറച്ചപ്പുറത്ത് 2F ഉണ്ടാവും. ഈ O മുതൽ F വരെയുള്ള ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അതായത് O മുതൽ F വരെയുള്ള ഈ ഒരു ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ഇതുവരെ നമ്മൾ വരച്ച സമയത്ത് O മുതൽ Fക്ക് 2 സെന്റിമീറ്റർ അല്ലേ എടുത്തത്. അപ്പൊ നമ്മളെടുത്ത ഫോക്കൽ ലെങ്ത് എത്രയാണ്, ഫോക്കസ് ദൂരം 2 സെന്റിമീറ്ററാണ്. പക്ഷെ ഇവിടെ ഈ ചെങ്ങൈമാർ എത്ര എടുക്കണം എന്ന് പറയണേ, 20 സെന്റിമീറ്റർ ഒക്കെ എടുക്കാൻ പറയണം. നടക്കുവോ? 20 സെന്റിമീറ്റർ ഒക്കെ ഫോക്കസ് ദൂരം എടുത്താൽ ഇപ്പോൾ 20 സെന്റിമീറ്റർ മാറ്റിയാണ്ട് എഫ് 20 സെന്റിമീറ്റർ മാറ്റിയാണ്ട് 2F. നിങ്ങൾ ബുക്കിൽ വരച്ച തേകിയുടെ ചെങ്ങായി ഇല്ലല്ലോ. സോ അങ്ങനെ നിങ്ങളെ കൊണ്ട് വരക്കാൻ പറ്റൂല എന്ന് ഉറപ്പാണെങ്കിൽ, ഈ തന്ന മെഷർമെന്റ്സ് നിങ്ങളെ കൊണ്ട് ഒരിക്കലും വരക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് അറിയോ, പകുതിയാക്കുക. വേലും എന്ത് ചെയ്യുക, പകുതിയാക്കുക. എല്ലാം ഒന്ന് പകുതിയാക്കി കാണണ്ടേ. H = 12 പകുതി എത്ര, 6 ആണ്. U = 22 പകുതി എത്ര, 14 സെന്റിമീറ്റർ ആണ്. ദെൻ എഫിന്റെ പകുതി എത്ര, 10 സെന്റിമീറ്റർ. എന്നിട്ട് ഇരുന്ന് ആലോചിച്ച് നോക്കുക. എഫ് വെച്ചാണ് നമ്മൾ നോക്കുക കേട്ടോ. കാരണം എഫ് ആണല്ലോ നമ്മൾ വരക്കുക. എഫുള്ള ദൂരാണല്ലോ എഫ്, അത് വെച്ചാണ് നമ്മൾ നോക്കുക. എഫ് ഇപ്പോൾ 10 സെന്റിമീറ്റർ, അത് വരക്കാൻ കഴിയുമോ? അത് നടക്കുമോ? അതും നടക്കൂല. പിന്നെ എന്ത് ചെയ്യുക, പകുതിയാക്കുക. പിന്നെയും പകുതിയാക്കിക്കോ. ദെൻ H = പിന്നെ എത്ര, 3 സെന്റിമീറ്റർ. U = 7 സെന്റിമീറ്റർ. F = 5 സെന്റിമീറ്റർ. പിന്നെയും കുത്തിരുന്ന് ആലോചിച്ച് നോക്കുക. 5 സെന്റിമീറ്റർ അത് വരക്കാൻ പറ്റുമോ? വരക്കാൻ പറ്റൂല. അതും എന്ത് ചെയ്യാൻ പറ്റൂല, വരക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യുക, പകുതിയാക്കുക. പിന്നെയും പകുതിയാക്കിക്കോ. H = 3ന്റെ പകുതി 1.5 സെന്റിമീറ്റർ. യുവിന്റെ പകുതി എത്ര, 3.5 സെന്റിമീറ്റർ. എഫിന്റെ പകുതി എത്ര, 2.5 സെന്റിമീറ്റർ. 2.5 സെന്റിമീറ്റർ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ വരക്കലുണ്ട്. അപ്പൊ 2.5 നമുക്ക് എന്തില്ല, വലിയ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, വരക്കാൻ വേണ്ടി ഒരു മെഷർമെന്റ് കിട്ടി. ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ലാസ്റ്റുള്ള ഈ 4 ഈ 3 അത് വെച്ചാണ് എന്ത് ചെയ്യാം, സംഗതി വരക്കുക. ഓക്കെ അല്ലേ. സോ നമ്മുടെ ലെൻസ് ഏതാ, കോൺകേവ് ലെൻസ് ആണ്. അതുകൊണ്ട് ആദ്യം എന്ത് വരക്കണം, കോൺകേവ് ലെൻസ് വരക്കണം. അത് ഓൾറെഡി വരച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓവർ പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ആദ്യം 2 സെന്റിമീറ്റർ എടുത്തത്, പക്ഷെ ഇവിടെ 2 സെന്റിമീറ്റർ പകരം എത്ര എടുക്കുക, 2.5 സെന്റിമീറ്റർ എടുക്കുക. അപ്പോൾ ഒന്ന് നേരെ 2.5 സെന്റിമീറ്റർ മാറ്റിയാണ്ട് ഇത് കറക്റ്റ് നിങ്ങൾ എത്ര എടുക്കണം, 2 എടുക്കണം. ഞാൻ ഇപ്പോൾ കമ്മട്ടാണ് വരക്കുന്നത്, റഫായിട്ട് വരക്കണം. നിങ്ങൾ വരക്കുമ്പോൾ എങ്ങനെ വരക്കുക, കറക്റ്റ് മെഷർമെന്റ്സ് എടുക്കുക കേട്ടോ. സോ കറക്റ്റ് 2.5 സെന്റിമീറ്റർ എടുത്താണ്ട് എത്ര എന്ത് മാർക്ക് ചെയ്യുക, എഫ് മാർക്ക് ചെയ്യുക. അവിടുന്ന് കറക്റ്റ് 2.5 സെന്റിമീറ്റർ എടുത്താണ്ട് എന്ത് മാർക്ക് ചെയ്യുക, 2F മാർക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മക്കൾ എന്ത് ചെയ്യുക, 2.5 സെന്റിമീറ്റർ എടുത്താണ്ട് F മാർക്ക് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക, 2.5 സെന്റിമീറ്റർ എടുത്താണ്ട് 2F മാർക്ക് ചെയ്യുക. ഈ ഏതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എത്ര സെന്റിമീറ്റർ ആണ്, 2.5 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്, 2.5 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്, 2.5 സെന്റിമീറ്റർ ആണ്. ഇത് എത്രയാണ്, 2.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ 2.5 സെന്റിമീറ്റർ 2 സൈഡ് കൊടുത്താണ്ട് 4 പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി ഒബ്ജക്റ്റിനെ വെക്കണം, വസ്തുവിനെ വെക്കണം. വസ്തു എത്ര ദൂരത്തുള്ളതെന്ന് പറയണോല്, എഫ് ഉള്ളത് 2.5 സെന്റിമീറ്റർ ആണ്. പക്ഷെ വസ്തു ഉള്ളത് എത്ര സെന്റിമീറ്ററാ, 3.5 സെന്റിമീറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3.5 സെന്റിമീറ്റർ ബാക്കിൽ എന്ത് ചെയ്യുക, ഇതുവരെയുള്ളത് 2.5 സെന്റിമീറ്റർ അല്ലേ, അതായത് ഇത് 2.5 സെന്റിമീറ്റർ അല്ലേ. അവിടെ 1 സെന്റിമീറ്റർ കൂടി കണ്ട് പറയുമ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് നിങ്ങൾ എന്ത് വരും, വസ്തു വരും. അപ്പൊ 3.5 സെന്റിമീറ്ററിൽ നിങ്ങൾ എന്ത് വെക്കുക, വസ്തുവിനെ വെക്കുക. ഓക്കെ. സോ ഇവിടെയാണ് നിങ്ങൾ എന്തുള്ളത്, വസ്തു ഉള്ളത്. ആ പോയിന്റ് മാത്രമേ മാർക്ക് ചെയ്തിട്ടോ. ഇവിടെയാണ് നിങ്ങൾ വസ്തു ഉള്ളത്. ഇനി വസ്തു നമ്മൾ നേരത്തെ ഒക്കെ ഇഷ്ടമുള്ള ഹൈറ്റ് മേലേക്ക് വരച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇഷ്ടമുള്ള ഹൈറ്റ് വരക്കാൻ പറ്റില്ല. ഹൈറ്റും ആ ചെങ്ങന്മാർ തന്നിരിക്കണം, എത്ര വരക്കണം, 1.5 സെന്റിമീറ്റർ തന്നെ എടുക്കണം. അപ്പൊ ഇവിടെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് 1.5 സെന്റിമീറ്റർ ഹൈറ്റുള്ള എന്ത് ചെയ്യുക, ഇമേജ് വരച്ചു കൊടുക്കുക, അല്ല ഒബ്ജക്റ്റ് വരച്ചു കൊടുക്കുക. സോ 1.5 സെന്റിമീറ്റർ കറക്റ്റ് ഹൈറ്റ് വരച്ചു കൊടുക്കുക. ഇത് എത്ര ആവണം, 1.5 സെന്റിമീറ്റർ ആണ്. 1.5 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള വസ്തുവിനെ വരച്ചു. പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് വരച്ചു കൊടുത്താൽ മതി, ഇമേജ് ഫോർമേഷൻ വരച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കി വരക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ, പ്രയാസമൊന്നുമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ പോലെ തന്നെ മേളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, നേരെ അങ്ങോട്ട് വരക്കും. അത് ഓൻ്റെ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നേരെ അങ്ങോട്ട് ഇറക്കുക, പുറത്തേക്ക് ഇറക്കുക. ഓക്കെ. ഈ പുറത്തേക്ക് ഇറക്കണ നേരെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് എത്തണം, ഇവിടെ കറക്റ്റ് കിട്ടി, ഫോക്കസ് എത്തണം. സോ ഇതിന്റെ ഡയറക്ഷനുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും വരക്കുക, ഇങ്ങനെ വരക്കുക. ഓക്കെ. സോ ബാക്ക് വരക്കുന്ന ലൈൻസ് നമ്മൾ എങ്ങനെ വരക്കുക, ഡോട്ടഡ് ആയിട്ട് വരക്കണം. സോ ഈ ലൈൻസ് നിങ്ങൾ ഡോട്ടഡ് ആയിട്ട് വരക്കുക. രണ്ടാമത്തെ ലൈൻ എന്ത് ചെയ്യുക, ഇതേ പോയിന്റിൽ നിന്ന് ഓവറിന്റെ പോയിന്റിലൂടെ നീട്ടി ഇറക്കുക. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്ഷൻ ഇട്ടാണ്ട് കാണിച്ചു കൊടുക്കുക. ദെൻ ഇത് രണ്ടും ഇവിടെ ഒരു പോയിന്റിൽ കൂട്ടി മുട്ടിയിട്ടുണ്ട്. അവിടെ എന്ത് വരച്ചു കൊടുക്കുക, ഇമേജ് വരച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ എന്ത്, ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇമേജ് വരച്ചാൽ മാത്രം പോലെ ചങ്ങന്മാർ എന്ത് ചെയ്യാൻ പറയണേ, മെഷർ ആൻഡ് റൈറ്റ് ലെങ്ത് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ ലെങ്ത് എത്രയാണ് എഴുതാൻ പറയുന്നത്. അത് മക്കൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്താണ്ട് എഴുതി കൂടി കൊടുക്കണം. സോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇത്രയാണെന്ന് അപ്പുറത്ത് എന്ത് ചെയ്യണം,
എഴുതിയും കൂടി കൊടുക്കണം, അതും കൂടി ഏതിനോട് കൂടി എന്ത് ചെയ്യും, പരിപാടി കഴിയും. പ്രയാസമല്ലല്ലോ. സോ ഹൈറ്റ് ഓഫ് ഇമേജ് മെഷർ ചെയ്യുക, എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ മക്കൾക്ക്? സോ ഈ ഒരു ക്വസ്റ്റൻ നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ച് മെഷർമെന്റ്സ് എന്നാണ് വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മെഷർമെന്റ്സ് ചെയ്താൽ അത് നിങ്ങളെ കൊണ്ട് വരക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക് ആര് നോക്കിയാൽ മനസ്സിലാവും? എഫ് നോക്കിയാൽ മനസ്സിലാവും. എഫ് വലുതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ചെറുതാക്കുക, പകുതിയാക്കി എപ്പോഴാണ് നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നത് ആ മെഷർമെന്റ്സ് വെച്ചാണ് എന്ത് ചെയ്യുക, വരക്കുക. പിന്നെ ഈ സാധനങ്ങൾ ആൻസർ ഷീറ്റിൽ കാണണ്ടോ? കാരണം നിങ്ങൾ ചെറുതാക്കിക്കണമെന്ന് ആർക്ക് മനസ്സിലാവണം? ആൻസർ നോക്കണ ആൾക്ക് മനസ്സിലാവണം. സോ ഇതും നിങ്ങൾ എവിടെ ഇൻക്ലൂഡ് ആവണം, ആൻസർ ഷീറ്റിൽ ഇൻക്ലൂഡഡ് ആവണം. ഇതല്ലാതെ റഫ് ആയിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, ആൻസറിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളും. ഓക്കെ ദെൻ ഓക്കെ ഫൈൻ. അടുത്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കിക്കോ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഓക്കെ, ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ എൽ എന്ന് പറയുന്നത് ലെൻസ് ആണ്. ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ചോദിച്ചിരിക്കണേ ഈ ഫിഗറിലുള്ളത് ഏത് ലെൻസ് ആണെന്നാണ് ചോദിച്ചുള്ളത്. ഈ ഫിഗറിലുള്ളത് ഏത് ലെൻസ് ആണ്? കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഫിഗറിലുള്ളത് ഏത് ലെൻസ് ആണ്. ലൈറ്റ് ഇങ്ങനെ വേണ്ട ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഏത് ലെൻസ് ആവണം? കോൺവെക്സ് ലെൻസ് ആണ്. സോ ആൻസർ കിട്ടി, ഈസിയാണ്. എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ഫോംഡ് ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2f ഓഫ് ദി ലെൻസ്? അങ്ങനെയാണെങ്കിൽ ബിയോണ്ട് 2fന്റെ ബാക്കിലാണ് ഒബ്ജക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെ ഉണ്ടാവുക, പ്രതിബിംബം എവിടെ ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ മാർക്കുള്ളൂ. ഒറ്റ മാർക്ക് നമ്മൾ വരക്കാൻ നിന്നാൽ എന്താവില്ല, മുതലാവില്ല. അപ്പൊ നമ്മൾ ട്രിക്ക് ഉപയോഗിക്കുക. 2fലാണെങ്കിൽ 2fന്റെ ബാക്കിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇമേജും ബാക്കിക്ക് വരൂലേ. അപ്പൊ ഇത് 2fന്റെ ബാക്കിക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇമേജ് എവിടെ വരും? എഫിന്റെയും 2fന്റെയും ഇടയിൽ വരും. അപ്പൊ സാധനം കിട്ടി എവിടെ വരിക? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. ബിറ്റ്വീൻ എഫ് ആൻഡ് 2f, അതായത് എഫിനും 2fനും ഇടയിൽ വരും. എഫിനും 2fനും ഇടയിൽ വരും. ഈസി പരിപാടി. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ആ ടിപ്പ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നോക്കുക. ഇഫ് ആൻ ഇമേജ് ഈസ് ഫോംഡ് റൈറ്റ് എനി 2 ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം എഫ് ആൻഡ് 2f പറയുമ്പോൾ ലെൻസിന്റെ അടുത്ത് അല്ലേ വന്നത്. നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്തേക്കാരം? വലുതാ ചെറുതാണ്ടാവുക? ചെറുതേക്കാരം, ഡിമിനിഷ്ഡ് ആക്കാരം. ഫസ്റ്റ് പോയിന്റ് ഡി ഡിമിനിഷ്ഡ് ആണ്, ചെറുതാണ്. രണ്ടാമത്തെ പോയിന്റ് താഴത്തൊക്കെ ആയതുകൊണ്ട് ഇൻവേർട്ടഡ് ആണെന്ന് പറയും. ഇൻവേർട്ടഡ് ആണെങ്കിൽ സാധനം എന്തേക്കാരം? റിയൽ ആക്കാരം. സോ ചെറുതാണ്, തലകീഴായതാണ്, യഥാർത്ഥാണ്. ഇതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. ഈസി അല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. ഈസി ക്വസ്റ്റൻ ആട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ നോക്കുക. The number indicating the magnification of an image obtained when an object is placed behind the principal focus of a lens is +1/3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, മാഗ്നിഫിക്കേഷൻ പ്ലസ് ആണെങ്കിൽ, ആവർത്തനം പ്ലസ് ആണെന്നുണ്ടെങ്കിൽ കോൺകേവിന്റെ എപ്പോഴും പ്ലസ് ഏകാരം. കോൺകേവിന്റെ എം എപ്പോഴും ഏകാരം? പ്ലസ് ഏകാരം. അതായത് എം പ്ലസ് ആവണമെങ്കിൽ ഒബ്ജക്റ്റും ഇമേജും ഒരേ ഡയറക്ഷനിൽ വരണം. വസ്തുവും പ്രതിബിംബം ഒരേ ദിശയിലാണ്, ഒരേപോലെയുള്ള എന്നുണ്ടെങ്കിൽ എം ഏകാരം? പ്ലസ് ഏകാരം. കോൺകേവിന് എപ്പോഴും രണ്ടാളും മേലക്കല്ലേ. അപ്പോൾ കോൺകേവിന്റെ എം എപ്പോഴും എന്താണ്? എം മീൻസ് മാഗ്നിഫിക്കേഷൻ എപ്പോഴും എന്താണ്? പ്ലസ് ആണ്. കോൺവെക്സിന്റെ കേസിൽ കുറച്ചൊക്കെ താഴത്തേക്കും ഉണ്ട്, ഒരു കേസിൽ മാത്രം മേലക്കും ഉണ്ട്. ഓക്കെ, ആ ഒരു കേസിൽ മാത്രം മേലക്കുണ്ടായതുകൊണ്ട് കോൺവെക്സിന് പ്ലസും വരാം മൈനസും വരാം. കോൺവെക്സിന് പ്ലസ് വരാം എപ്പോഴാ? എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ നിൽക്കുന്ന സമയത്താണ്. അപ്പൊ മാത്രമല്ല രണ്ടാളും മേലക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോൺവെക്സിന് എം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പ്ലസ് വരണമെങ്കിൽ എഫിന്റെയും ലെൻസിന്റെയും ഇടയിൽ വെക്കണം. പക്ഷെ ഇവിടെ ഒരു പറഞ്ഞേക്കണേ ഒബ്ജക്റ്റ് എവിടെ? പ്ലേസ്ഡ് ബിഹൈൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഫോക്കസിന്റെ ബാക്കിലാണ് സാധനം ഉള്ളത്. ഫോക്കസിന്റെ ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സിന് ഒന്ന് മേലക്കും ഒന്ന് താഴത്തേക്കും അല്ലേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് പ്ലസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെൻസ് ഏതേക്കാരം? കോൺകേവ് വെക്കണം. പ്രയാസം വെക്കണം. കോൺവെക്സിന് പ്ലസ് കിട്ടുകയാണെങ്കിൽ ഫോക്കസിന്റെ മുന്നിൽ ഒബ്ജക്റ്റിനെ വെക്കണം. ഇവിടെ ഒബ്ജക്റ്റ് ഉള്ളത് എവിടെയാണ്? ഫോക്കസിന്റെ ബാക്കിലാണ്. സോ ഇവിടെ നമുക്ക് ലെൻസ് ഉറപ്പിക്കാൻ പറ്റും. ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺകേവ് ലെൻസ് ആണെങ്കിൽ താഴെ തീർക്കാൻ വരക്കണേ ഇമേജ് ഫോമേഷൻ വരക്കാൻ വരക്കണേ ഒബ്ജക്റ്റിനെ അവിടെ വെച്ചുകൊണ്ട് 2f വെച്ചുകൊണ്ട്. സോ അതിവിടെ വരച്ച് തന്നിട്ടുണ്ട്. 2f വെച്ചാണ് ഇമേജ് ഫോമേഷൻ. നമ്മൾ വരച്ച കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വരച്ച് തന്നിട്ടുണ്ട്. മക്കളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ക്ലിയർ അല്ലേ? ഈ കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഈ കാര്യം മനസ്സിലാക്കി എങ്ങനെ ലെൻസ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലെൻസ് ഫോംസ് ആൻ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്ട്. എഴുതി വെച്ചോ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് അല്ലേ? ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആണ്. ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആണെങ്കിൽ ലെൻസ് ഏതാ? എല്ലാവരും ഒന്ന് പറഞ്ഞ. ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ആണെങ്കിൽ, ഇറക്റ്റും മാഗ്നിഫൈഡ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ലെൻസ് ഏതാടാ? ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. യെസ്, വെരി ഗുഡ്. ലെൻസ് എന്ന് പറയുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, വലുതും നിവർന്നതും ആണെന്നുണ്ടെങ്കിൽ ലെൻസ് ഏതാന്ന് പറയാൻ പറ്റും? കോൺവെക്സ് ലെൻസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ്? അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ഇറക്റ്റും മാഗ്നിഫൈഡും വലുതും നിവർന്നതും വരണമെങ്കിൽ എഫിന്റെയും ലെൻസിന്റെയും ഇടയിലല്ലേ സാധനം വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക്സ് 3 പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ടില്ലേ? ആ 3 പോയിന്റ്സ് എന്തൊക്കെയാണ്? ഇറക്റ്റ് ആണ്. 2 പോയിന്റ് ഓൾറെഡി ഒരു തന്നിരിക്കണേ. ഇറക്റ്റ് ആണ്, മാഗ്നിഫൈഡ് ആണ്, വിർച്വൽ ആണ്. യെസ്, വെരി ഗുഡ്. വിർച്വൽ ആണ്. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിവർന്നതാണ്, വലുതാണ്,
മിഥ്യയാണ്. ഓക്കെ, സോ ഇതാണ് എന്ത് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മക്കൾക്ക് പ്രയാസമൊന്നും ഇല്ലല്ലോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ ഫിഗർ എ ബി, ഇതിൽ എ ബി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്, എൽ എന്ന് പറയുന്നത് ഒരു ലെൻസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ഇമേജ് ഫോംഡ് ഓഫ് ദ ലെൻസ് ഈസ് ഇറക്റ്റ് ഡിമിനിഷ്ഡ് വിർച്വൽ. ഇതാണ് നിങ്ങളെ ഹിന്ദി. ഇറക്റ്റ് ആണ് ഉണ്ടാക്കുന്ന ഇമേജ്, ഇറക്റ്റ് ആണ്, ഡിമിനിഷ്ഡ് ആണ്, വിർച്വൽ ആണെന്ന് പറയുന്നത്. ഓക്കെ, പ്രതിബിംബം നിവർന്നതാണ്, ചെറുതാണ്, മിഥ്യയാണ്. നിവർന്നതും ചെറുതും അത് മതി നമുക്ക്. ഇറക്റ്റും ഡിമിനിഷ്ഡും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ് ആണ്. കാരണം ഇറക്റ്റും മാഗ്നിഫൈഡ് ആണെങ്കിൽ കോൺവെക്സ്. ഇറക്റ്റും ഡിമിനിഷ്ഡും നിവർന്നതും ചെറുതാണെങ്കിൽ ലെൻസ് ഏതാ? കോൺകേവ് ലെൻസ് ആണ്. സാധനം കിട്ടിയ എന്താ? കോൺകേവ് ലെൻസ് ആണ്. ബി ക്വസ്റ്റിൽ എന്ത് വരക്കാൻ വരക്കണേ? റേ ഡയഗ്രാം വരക്കാൻ വരക്കണേ. രണ്ടോടെ വരച്ച് തന്നിട്ടുണ്ടോ? അവിടെ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഷേപ്പ് വരക്കാൻ വരക്കണം. ഐഡന്റിഫൈ ദ ലെൻസ് ഇൻ ദ ഫിഗർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഷേപ്പ്. അതിന്റെ എന്ത് വരക്കണം? രൂപം വരക്കണം. അതുകൊണ്ട് കോൺകേവ് ലെൻസ് ആണെന്നും വരക്കണേ. അതിന്റെ ഇതും വരച്ചിരിക്കണേ. താഴെ എന്തും വരച്ച് തന്നിക്കണേ? ഇമേജ് ഫോർമേഷനും വരച്ചിരിക്കണേ. മക്കൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. പ്രശ്നമൊന്നുമില്ലല്ലോ? ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഒബ്ജക്ട് മാഗ്നിഫൈഡ് യൂസിങ് എ മാഗ്നിഫൈങ് ലെൻസ്. ഒരു മാഗ്നിഫൈങ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വസ്തുക്കളെ വലുതാക്കി കാണാൻ പറ്റുന്ന പോലെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വേർ ഷുഡ് ആൻ ഒബ്ജക്ട് ബി പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ലെൻസ് യൂസ്ഡ് ആസ് എ മാഗ്നിഫയർ ടു സീ ആൻ എൻലാർജ്ഡ് ഇറക്റ്റ് ഇമേജ്. ഓക്കെ, എൻലാർജ്ഡ് എന്ന് വെച്ചാൽ വലുത്. അങ്ങനെയാണെങ്കിൽ നിവർന്നതും വലുതുമായുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. വലുപ്പമുള്ളതും നിവർന്നതുമായുള്ള പ്രതിബിംബം ആണെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ എവിടെ വെക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻലാർജ്ഡും ഇറക്റ്റും, അതായത് നിവർന്നതും വലുതുമായുള്ള ഒരു ഇമേജ് പ്രതിബിംബം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിനെ വെക്കുക? ഒരു കോൺവെക്സ് ലെൻസ്. ഇത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ്, കാരണം ഇറക്റ്റും മാഗ്നിഫൈഡ് വരുമ്പോൾ തന്നെ ഉറപ്പല്ലേ കോൺവെക്സ് ലെൻസ് ആണെന്ന്. പക്ഷെ നമ്മൾ എവിടെ വെക്കുക? എവിടെ വെക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിൽ എവിടെ നമ്മൾ വെക്കുക? ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഓക്കെ അല്ലേ? എഫിനും ആൻസറും മലയാളത്തിൽ എങ്ങനെ എഴുതുക? എഫിനും ലെൻസിനും ഇടയിൽ വെക്കണം. എഫിനും ലെൻസിനും ഇടയിൽ വെക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല നിങ്ങൾക്ക്. സോ എവിടെ വെക്കണം? എഫിനും ലെൻസിനും ഇടയിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റിൽ എന്ത് ചോദിച്ചിരിക്കണേ? ഇതിന്റെ റേ ഡയഗ്രാം വരക്കാൻ ചോദിച്ചിരിക്കണം. സോ എഫിന്റെ ലെൻസിന്റെ ഇടയിൽ വെച്ചാണ് എന്ത് വരച്ചിട്ടുണ്ട്? റേ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ച സെയിം കേസ് വരച്ചു തന്നുള്ളൂ. മക്കൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? നോക്കി നോക്കുക. ഈ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഏത് രീതിയിലാണ് ചോദിക്കാൻ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ജസ്റ്റ് തന്നുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ട ഇത് നമുക്ക് പ്രോബ്ലംസ് ആണ്. നമുക്ക് അടുത്തത് ഇനി വരക്കണ കഴിഞ്ഞ പ്രോബ്ലംസ് വരാണ്ട് ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതിൽ എ ബി എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ് തന്നിരിക്കുന്നത്, വസ്തു ആണ് തന്നിരിക്കുന്നത്. അതേപോലെ എൽ എന്ന് പറയുന്നത് ലെൻസ് ആണ്. പിന്നെ തന്നിരിക്കുന്നത് ഇമേജ് ഫോംഡ് ബൈ ദ ലെൻസ് ഈസ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. സെയിം സാധനം. ഇതുണ്ടാക്കിയ പ്രതിബിംബം എന്താണ്? നിവർന്നതും വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ലെൻസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഫിഗർ. ഏത് ലെൻസ് ആണോ? ഗീവ് റീസൺ എന്ന് ചോദിച്ചാൽ ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ് ആണ്. ഗീവ് റീസൺ റീസൺ പഠിച്ചു വെക്കുക. ബിക്കോസ് ഓൺലി കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസേഴ്സ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. കോൺവെക്സ് ലെൻസ് ആണ് കാരണം കോൺവെക്സ് ലെൻസ് മാത്രമേ നിവർന്നതും വലുതുമായ പ്രതിബിംബം ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. പ്രയാസമൊന്നുമില്ലല്ലോ? ഓൺലി കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസേഴ്സ് ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജസ്. കോൺവെക്സ് ലെൻസ് മാത്രമേ നിവർന്നതും വലുതുമല്ല പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ രൂപീകരിക്കുന്നുള്ളൂ. ദെൻ ബി ക്വസ്റ്റിൽ എന്ത് പറയണേ? റേ ഡയഗ്രാം. ഇതിൽ ബി ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. സോ ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്ത് വരക്കാൻ വരക്കണേ? റേ ഡയഗ്രാം വരക്കാൻ വരക്കണേ. നേരത്തെ പോലെ തന്നെ എന്ത് വരച്ചിട്ടുണ്ട്? റേ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം ഷോയിങ് ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. ഹിയർ ഐ എം ഈസ് ദ റിയൽ ഇമേജ് ഓഫ് എൻ ഒബ്ജക്ട്. ഓക്കെ, സോ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രത്തിൽ ഐ എം എന്ന് പറയുന്നത് എന്താണ്? ഇമേജ് ആണ്. ഡയഗ്രാം കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞത്. സോ ഈ ഡയഗ്രാം ഞാൻ നേരെ അങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഇനി മക്കൾ പറ അതെങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആക്കുക? നേരത്തെ നമ്മൾ ഇവിടെ വരച്ചാണ്ട് അങ്ങോട്ട് വരച്ചേനില്ലേ? അതായത് നേരത്തെ നമ്മൾ ഇവിടെ ഒരു സാധനം വരച്ചുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ വരച്ചേനില്ലേ? ആ സാധനം നേരെ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ട് വരച്ചാൽ മതി. സോ എങ്ങനെ നമ്മൾ വരക്കുക? ഏറ്റവും ടോപ്പ് നമ്മൾ എന്ത് ചെയ്യും? ലെൻസ് നമുക്ക് നേരെ ഒരു ലൈൻ വരക്കും. അതുകൊണ്ട് മേലെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നിട്ട് കൂടെ നീട്ടി ഇറക്കുക. ഇവിടുന്ന് എഫ് കൂടെ നീട്ടി ഇറക്കുക. അതിന്റെ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. ഇത് പോണത് ഇങ്ങനെയാണ്, ഇത് പോണത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ലൈൻ എന്ത് ചെയ്യുക? ആദ്യത്തെ എവിടെ നിന്നാണ് തുടങ്ങിയത് അതേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കൂടെ നീട്ടി ഇറക്കുക. ഓവാന പോയിന്റ് കൂടെ നീട്ടി ഇറക്കുക. അതിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ രണ്ടും ഒരു സൈഡിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ആ കൂട്ടിമുട്ടിയ പോയിന്റ് എന്ത് ചെയ്യുക? മുകൾക്ക് വരച്ചു കൊടുക്കുക. കൂട്ടിമുട്ടിയ സ്ഥലത്ത് എന്തിട്ട് കൊടുക്കുക? ആരോ മാർക്ക് ഇട്ട് കൊടുക്കുക. സോ ഇതാണ് ഇങ്ങോട്ട് എന്ത്? ഐ എം ഇമേജ് ആണെങ്കിൽ ഇതിന് നമ്മൾ ഒ ബി എന്ന് പറയാം. ഇതാണ് ഇങ്ങോട്ട് എന്ത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തു എന്നുള്ളത്. ഒന്നുമില്ല, നമ്മൾ അങ്ങോട്ട് വരച്ച സാധനം നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക, തിരിച്ചു വരച്ചു കൊടുക്കുക. എന്നാലും നമുക്ക് എന്ത് കിട്ടും? സാധനം കിട്ടും, ഇമേജ് കിട്ടും. ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രാം കിട്ടും. പ്രയാസമൊന്നുമില്ലല്ലോ? സോ ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, വരച്ചപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാധാരണ പോലെ ആ ഒരു 5 കേസ് മാത്രം വരച്ചു പോയി കഴിഞ്ഞാൽ, പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് ടിപ്സും കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം കൂടി മൈൻഡിൽ വെച്ചാണ് മക്കൾ
എന്ത് ചെയ്യുക, പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും, ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വന്നുകൊണ്ട് ചോദിക്കുക. ഓക്കെ, അതുപോലെ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ഡൗട്ട് ക്ലിയറൻസും അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് നോട്ട്സും ഒക്കെ എന്ത് ചെയ്യും, ആ ഒരു കമ്മ്യൂണിറ്റി വഴി നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ട് ജോയിൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അതാണ് ഇമേജ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കുറച്ച് രസമുള്ള പ്രോബ്ലംസും ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമായിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ വരാം. അതുവരേക്കും മക്കളോട് എന്ത് ചെയ്യുക, നല്ല പോലെ പഠിക്കുക. ഓക്കെ, സോ നല്ല പോലെ പഠിക്കുക, ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.